വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിശ്വ ടീച്ചിങ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മൾ എന്താണ് ഇൻഷുറൻസ് എന്ന് പഠിച്ചല്ലേ. ഇൻഷുറൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസും നോൺ ലൈഫ് ഇൻഷുറൻസും. അതിൽ ലൈഫ് ഇൻഷുറൻസ് എന്താണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി രണ്ടാമത്തെയാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മറൈൻ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് പോലെയുള്ളവയാണ് നോൺ ലൈഫ് ഇൻഷുറൻസിനകത്ത് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മറൈൻ ഇൻഷുറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കപ്പലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് ആണ് ഇതെന്ന് പറയുന്നത് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ കപ്പലിലേക്ക് ചരക്ക് നീക്കമൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മുടെ കപ്പലിന് അതായത് വെസലിന് എന്തെങ്കിലും സംഭവിക്കുക, അതുമല്ല എങ്കിൽ എന്താണ് നമ്മുടെ കാർഗോസ് അതായത് ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുക, അതുമല്ലെങ്കിൽ ഫ്ലൈറ്റ് ലോസ്റ്റ് ആകുന്ന സാഹചര്യത്തിൽ, അപ്പോൾ അത്തരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടങ്ങൾ സംഭവിക്കുന്ന തരത്തിൽ ആ രീതിയിൽ നമ്മൾ ഇൻഷുർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷനിൽ. നോക്കിക്കേ, The Marine Insurance Act 1963 defines marine insurance as an agreement whereby the insurer undertakes to indemnify the assured. നമ്മൾ എന്താണ് ഇൻഷുറർ, എന്താണ് അഷ്വേർഡ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നോക്കി, ഈ ഒരു അഷ്വേർഡിൻ്റെ ആ ഒരു ലോസ് ഇൻഡെംനിഫൈ ആണ് ഇൻഷുറർ അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ ലോസസ് ആണ് ഇവിടെ കവർ ചെയ്യുന്നത് നോക്കിക്കേ. അതായത് വെസലിനുണ്ടാകുന്ന ഡാമേജ്, അതേപോലെ തന്നെ കാർഗോ, ഫ്രൈറ്റ്, ഇതിനൊക്കെ ഉണ്ടാകുന്ന ഡാമേജ് അല്ലെങ്കിൽ ലോസ് ആണ് ഈ ഒരു ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, സബ്ജക്ട് മാറ്റർ ഓഫ് മറൈൻ ഇൻഷുറൻസ് ഓർ ടൈപ്സ് ഓഫ് മറൈൻ ഇൻഷുറൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് ടൈപ്സ് ഓഫ് മറൈൻ ഇൻഷുറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന 4 വേണം എഴുതാൻ. ഇനി നമ്മളോട് എന്താണ് ടൈപ്സ് ഓഫ് മറൈൻ ഇൻഷുറൻസ് പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ടോപ്പിക്കാണ്. പോളിസി, ടൈപ്സ് ഓഫ് മറൈൻ ഇൻഷുറൻസ് പോളിസി എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ വേറൊരു ടോപ്പിക്കാണ് എഴുതേണ്ടത്. നമ്മൾ വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈപ്സ് ഓഫ് മറൈൻ ഇൻഷുറൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 ഏതൊക്കെയാണ്? ഹൾ ഇൻഷുറൻസ്, കാർഗോ ഇൻഷുറൻസ്, ഫ്രൈറ്റ് ഇൻഷുറൻസ്, ലൈബിലിറ്റി ഇൻഷുറൻസ്. ഏതൊക്കെയാണ്? ഹള്ള്, കാർഗോ, ഫ്രൈറ്റ്, ലൈബിലിറ്റി. ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അതിൽ ആദ്യത്തേതാണ് ഹൾ ഇൻഷുറൻസ്. ഹൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷിപ്പിന്റെ അല്ലെങ്കിൽ ബോട്ടിന്റെ വാട്ടർ ടൈറ്റ് ബോഡിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഹൾ ഇൻഷുറൻസ് കവേഴ്സ് ദ ഇൻഷുറൻസ് ഓഫ് ദി വെസൽ ആൻഡ് ഇറ്റ്സ് എക്യുപ്മെന്റ്. അതായത് ഇവിടെ നമ്മൾ ആ ഒരു ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോട്ട്, അതുപോലെ തന്നെ അതിന്റെ എക്യുപ്മെന്റ്സ്, അതായത് ഫർണിച്ചർ, ഫിറ്റിംഗ്സ്, മെഷീനറി, ടൂൾ, ഫ്യൂവൽ പോലെയുള്ള അതിന്റെ എക്യുപ്മെന്റ്സും ആയിരിക്കും നമ്മളിവിടെ ഇൻഷുർ ചെയ്യുന്നത്. ഇത് നോർമലി ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കുന്നത് ആ ഒരു ഷിപ്പിന്റെ അല്ലെങ്കിൽ ബോട്ടിന്റെ ഓണർ ആയിരിക്കും എന്നുള്ളതാണ്. In hull insurance, the vessel or the ship and its equipment are insured against the perils of the sea, such as collision against a rock, sinking or burning of the ship. അതായത് നോക്കിക്കേ, അതായത് നമ്മുടെ ഷിപ്പ് ചെന്ന് റോക്കിൽ ഇടിക്കുന്നു, അതുമല്ല എങ്കിൽ നമ്മുടെ ഷിപ്പ് മുങ്ങുന്നു, അതുമല്ലെങ്കിൽ ഷിപ്പിന് തീ പിടിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലായിരിക്കും നമ്മൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസ്കുകളായിരിക്കും ഈ ഒരു ഹൾ ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഹൾ ഇൻഷുറൻസ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആ ഒരു വെസൽ അല്ലെങ്കിൽ ഷിപ്പ് ആയിരിക്കും ഇവിടെ ഇൻഷുർ ചെയ്യുന്നത്. ഇനി അടുത്താണ് കാർഗോ ഇൻഷുറൻസ്. എനിക്ക് കാർഗോ എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ്സ് ഓർ കമോഡിറ്റി ആണ് അല്ലേ. നമ്മുടെ വെസലിൽ അല്ലെങ്കിൽ നമ്മുടെ ഷിപ്പിൽ നമ്മൾ ക്യാരി ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ കമോഡിറ്റിയാണ് കാർഗോ എന്ന് പറയുന്നത്. അപ്പോൾ ആ അത്തരത്തിലുള്ള ഗുഡ്സ് ആയിരിക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻഷുർ ചെയ്യുന്നത് എന്നുള്ളതാണ്. നോക്കിക്കേ, ഇറ്റ് കവേഴ്സ് ലോസ് ഓർ ഡാമേജ് ഓഫ് കാർഗോ ഇൻ വെസൽ വൈൽ ഇറ്റ് ഈസ് ഇൻ ട്രാൻസിറ്റ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് ഒറിജിൻ ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതായത് പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ആ ഒരു ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും ഇതിൽ കവർ ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഓഫ് ദി ക്രൂ ആൻഡ് പാസഞ്ചേഴ്സ്. അതായത് ആ ഒരു ഷിപ്പിലെ പാസഞ്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ക്രൂവിൻ്റെ ഒക്കെ പേഴ്സണൽ ബിലോങ്സും ഇതിനകത്ത് ഈ കാർഗോ അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് കവർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഈ ഒരു ഇൻഷുറൻസിനകത്ത് കവർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, ആ ഒരു കാർഗോ ആയിരിക്കും നമ്മളിവിടെ ഇൻഷുർ ചെയ്യുന്നത്. അതായത് ആ ഒരു വെസലിനുള്ളിലെ ഗുഡ്സ് ആയിരിക്കും നമ്മളിവിടെ ഇൻഷുർ ചെയ്യുന്നത്. അടുത്താണ് ഫ്രൈറ്റ് ഇൻഷുറൻസ്. ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പേര് പോലെ തന്നെ ഇവിടെ ഫ്രൈറ്റ് ആണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. അതായത് നമ്മൾ സാധനങ്ങൾ എത്തേണ്ടടുത്ത് എത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കൂലി കിട്ടുന്നത് അല്ലേ, അല്ലെങ്കിൽ ഫ്രൈറ്റ് കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഷിപ്പിൻ്റെ ഓണർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൈറ്റ് ലോസ് ആവുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അത് ലോസ് ആവുന്നത്? ചിലപ്പോൾ നമ്മൾ ആ ഒരു കപ്പലിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഗുഡ്സ് കൊണ്ടുപോകുന്ന ആ ഒരു കപ്പലിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കാണും. അല്ല എങ്കിൽ ആ ഒരു കാർഗോയ്ക്ക് എന്തെങ്കിലും ഒരു
ഡാമേജോ ലോസോ എന്തെങ്കിലും സംഭവിച്ചു കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു സാധനം നമുക്ക് ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷിപ്പിൻ്റെ ഓണർക്ക് എന്ത് നഷ്ടമാകും? ഫ്രൈറ്റ്, ആ കിട്ടേണ്ട കൂലി എന്ത് നഷ്ടമാകും. സോ അത്തരത്തിലുള്ള ലോസ് ആയിരിക്കും ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് എടുക്കുന്നത്? ഫ്രൈറ്റ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതായത് ആ ഒരു ഫ്രൈറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ ഒരു ലോസ്, ഫ്രൈറ്റിനെതിരായിട്ടുള്ള ഒരു ലോസിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഇതെന്ന് പറയുന്നത് ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നോക്കിയാൽ അടുത്താണ് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഷിപ്പ് മൂലം ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ആ ഒരു ലോസ് ആയിരിക്കും ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതാണ് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്താണ്? തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഷിപ്പാകാം, ബോട്ടാകാം, എന്തുമാകാം. അപ്പോൾ നമ്മുടെ ഷിപ്പ് മൂലം ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അതായിരിക്കും ഇവിടെ ഇൻഡെംനിഫൈ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓർ എസെൻഷ്യൽ എലമെന്റ്സ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് മറൈൻ ഇൻഷുറൻസ് ആണ്. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് പഠിച്ചിട്ടില്ലേ? സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നോക്കിക്കേ, എ മറൈൻ ഇൻഷുറൻസ് പോളിസി മസ്റ്റ് ഫുൾഫിൽ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിന്റെ എല്ലാ എസെൻഷ്യൽസും ഈ പറഞ്ഞിട്ടുള്ള മറൈൻ ഇൻഷുറൻസ് പോളിസി ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഓക്കെ, ദ ഇൻഷുർഡ് ഷുഡ് ഹാവ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ. ഇൻഷുർഡിന്, അതായത് ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസിന്റെ സബ്ജക്ട് മാറ്ററിനോടൊരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നോക്കിക്കേ, മറൈൻ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിന്റെ ഒരു കോൺട്രാക്ട് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അതായത് ഇൻഷുർഡും ഇൻഷുററും ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും പരസ്പരം ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ പോളിസി കണ്ടീഷന്, അതേപോലെ തന്നെ എന്താണ് ഇൻഷുറൻസ് പ്രീമിയത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, അങ്ങനെയുള്ള ഇൻഷുറൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പരസ്പരം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിനകത്ത് പറയുന്ന കാര്യം. നെക്സ്റ്റ് ഓക്കെ, മറൈൻ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. മറൈൻ ഇൻഷുറൻസ് പറയുന്നത് ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനിയെ ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുർഡിന് ലോസ് സംഭവിക്കുന്ന മുറയ്ക്ക് ആ ഒരു ഇൻഷുർ ചെയ്തിട്ടുള്ള അത്രയും എമൗണ്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പേ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ ആർ ആപ്ലിക്കബിൾ ടു മറൈൻ ഇൻഷുറൻസ്. പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷനും കോൺട്രിബ്യൂഷനും ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള മറൈൻ ഇൻഷുറൻസിനും ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നുണ്ട്. In marine insurance, the insurer is liable for any loss approximately caused by a perils insured against. അതായത് ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനി എന്ത് ലോസും ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്ട് മാറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ലോസ് അറൈസ് ചെയ്താലും അതൊക്കെ ഇൻഡെംനിഫൈ ചെയ്യാൻ ലയബിൾ ആയിരിക്കും എന്നുള്ളതാണ്. Next, okay, a marine insurance policy can be assigned if it does not contain terms expressly prohibiting assignment. Assignment prohibit ചെയ്തുകൊണ്ട് ഒരു ടേം ഈ പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റിൽ ഇല്ല എങ്കിൽ നമുക്ക് മറൈൻ ഇൻഷുറൻസ് പോളിസി അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മിനിമൈസേഷൻ ഈസ് ആപ്ലിക്കബിൾ ടു മറൈൻ ഇൻഷുറൻസ് പോളിസി. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മാക്സിമൈസേഷൻ എന്തിന് ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നുണ്ട്? മറൈൻ ഇൻഷുറൻസിന് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. ഈ പ്രിൻസിപ്പിൾസ് ഒന്നും വീണ്ടും പറയാത്തത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണിത് പറയാത്തത്. നെക്സ്റ്റ്, കൈൻഡ്സ് ഓർ ടൈപ്സ് ഓഫ് മറൈൻ ഇൻഷുറൻസ് പോളിസിയാണ്. അതിൽ ആദ്യത്തേതാണ് വോയേജ് പോളിസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടൈം കൺസിഡർ ചെയ്യാതെ നമ്മളൊരു പെർട്ടിക്കുലർ വോയേജിന് വേണ്ടി നമ്മുടെ സബ്ജക്ട് മാറ്റർ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള പോളിസിയാണ് വോയേജ് പോളിസി എന്ന് പറയുന്നത്. ഇവിടെ ടൈം നമ്മൾ എന്ത് ചെയ്യത്തില്ല? കൺസിഡർ ചെയ്യത്തില്ല. ഒരു പെർട്ടിക്കുലർ വോയേജിന് വേണ്ടി ആയിരിക്കും നമ്മൾ ഇൻഷുർ നടത്തുന്നത്. നോക്കിയേ, ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് വോയേജ് ഫ്രം മദ്രാസ് ടു സിംഗപ്പൂർ. മദ്രാസിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് അല്ലേ? അവിടെ ടൈം നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വോയേജിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള പോളിസി എടുക്കുന്നത്. ദീസ് ടൈപ്സ് ഓഫ് പോളിസീസ് ആർ ജനറലി യൂസ്ഡ് ഫോർ കാർഗോ ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് ഇൻഷുറൻസ്. ഇത്തരത്തിലുള്ള പോളിസീസ് നമ്മൾ എടുക്കുന്നത് കാർഗോ, ഫ്രൈറ്റ് പോലെയുള്ള ഇൻഷുറൻസിന് വേണ്ടിയാണ്. Okay, next on a time policy. It is a policy in which the subject matter is insured for a definite period of time. ഒരു definite period of time ന് വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ പീരീഡിലേക്കായിരിക്കും നമ്മൾ സബ്ജക്ട് മാറ്റർ ഇൻഷുർ ചെയ്യുന്നത്. Such policies covers the risk for the stated period of time. അപ്പോൾ പറഞ്ഞിരിക്കുന്ന പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന ലോസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ റിസ്ക് മാത്രമായിരിക്കും അവിടെ കവർ ചെയ്യപ്പെടുന്നത്. ആ ഒരു ഡേറ്റിന് ശേഷമുള്ളതോ അതിന് മുമ്പുള്ളതോ അതിനകത്ത് കവർ ചെയ്യപ്പെടുന്നതായിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, 1st January 2017 to 31st December 2017. കണ്ടോ, 1st January 2017 മുതൽ 31 December 2017 വരെ. അപ്പോൾ അതിനിടയ്ക്ക് ആ ഒരു വർഷക്കാലത്തിനിടയിൽ നടക്കുന്ന ലോസുകൾ അല്ലെങ്കിൽ റിസ്കുകൾ മാത്രമായിരിക്കും ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യപ്പെടുന്നത്. ടൈം പോളിസീസ് ആർ യൂഷ്വലി ടേക്കൺ ഫോർ ഹൾ ഇൻഷുറൻസ്.
ഓക്കെ, ടൈം പോളിസീസ് നമ്മൾ യൂഷ്വലി ഹൾ ഇൻഷുറൻസിന് വേണ്ടിയാണ് എടുക്കാറ്. നെക്സ്റ്റ് നോക്കിക്കേ, മിക്സഡ് പോളിസിയാണ്. നമ്മളിപ്പോൾ പഠിച്ച വോയേജ് പോളിസിയുടെയും ടൈം പോളിസിയുടെയും ഒരു കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത്, മിക്സഡ് പോളിസി എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ ഒരു പെർട്ടിക്കുലർ വോയേജിലുണ്ടാകുന്ന റിസ്ക് ആയിരിക്കും ഈ ഒരു പോളിസിയുടെ കീഴിൽ കവർ ചെയ്യപ്പെടുന്നത്. നോക്കി, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്, എ ഷിപ്പ് മേ ബി ഇൻഷുർഡ് ഫോർ വോയേജ് ഫ്രം മദ്രാസ് ടു ലണ്ടൻ ഫ്രം 1st January 2017 to 31st December 2017. അതായത് ജനുവരി 1, 2017 മുതൽ 31 ഡിസംബർ 2017 വരെ മദ്രാസിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വോയേജിന് എന്ത് ചെയ്തേക്കാണ്, ഇൻഷുർ ചെയ്തേക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വാല്യൂഡ് പോളിസി. അതായത് നമ്മൾ ഇൻഷുർ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് മാറ്ററിൻ്റെ വാല്യൂ ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ എഗ്രി ചെയ്യുന്നു. എന്നിട്ട് എഗ്രി ചെയ്ത ശേഷം ആ ഒരു വാല്യൂ എന്ത് ചെയ്യും, പോളിസിയിൽ മെൻഷൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു എഗ്രീഡ് വാല്യൂവിനെയാണ് നമ്മൾ ഇൻഷുർഡ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അൺവാല്യൂഡ് ഓർ ഓപ്പൺ പോളിസിയാണ്. നോക്കിക്കേ, ഇറ്റ് ഈസ് എ പോളിസി ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് ദ സബ്ജക്ട് മാറ്റർ ഇൻഷുർഡ് ഈസ് നോട്ട് എഗ്രീഡ് അപ്പോൺ ആൻഡ് മെൻഷൻഡ് ഇൻ ദ പോളിസി. അതായത് ഇപ്പം നമ്മൾ ആ ഒരു വാല്യൂഡ് പോളിസിയിൽ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അൺവാല്യൂഡിൽ പറയുന്നത്. അതായത് ഇവിടെ അവർ ആ സബ്ജക്ട് മാറ്ററിൻ്റെ വാല്യൂ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, എഗ്രി ചെയ്യുകയോ പരസ്പരം സ്പെസിഫൈ ചെയ്യുകയോ എഗ്രി ചെയ്യുകയോ പോളിസിയിൽ മെൻഷൻ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദ ഇൻഷുറബിൾ വാല്യൂ ഈസ് അസർട്ടൻഡ് ഇൻ ദ കോസ് ഓഫ് ലോസ് ആൻഡ് ഇൻഷുറർ ഈസ് ലയബിൾ ടു പേ ഓൺലി അപ് ടു ദ ആക്ച്വൽ ലോസ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇൻഷുറബിൾ വാല്യൂ എത്രയാണോ ആ ഒരു വാല്യൂ എന്നുള്ളത് നമ്മൾ ആ ലോസിൻ്റെ കേസിൽ മാത്രമായിരിക്കും അസർട്ടൈൻ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ആ എത്രയാണോ ആക്ച്വൽ ലോസ് സംഭവിച്ചത്, എത്രയാണോ ആ ഒരു ആക്ച്വലി എത്ര ലോസ് ആണോ അവിടെ ഇൻക്വയർ ചെയ്തത്, അതിൽ മാത്രമായിരിക്കും ആര് പേ ചെയ്യുന്നത്, ഇൻഷുറർ അഥവാ ഇൻഷുറൻസ് കമ്പനി ആ ഒരു ആക്ച്വൽ ലോസിന് മാത്രമേ പേ ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫ്ലോട്ടിംഗ് പോളിസി. നോക്കിയേ, നിരവധി ഷിപ്മെന്റുകൾ കവർ ചെയ്യുന്നതിനായിട്ട് ഒരു തുകയ്ക്ക് എടുക്കുന്ന പോളിസിയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലോട്ടിംഗ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റെഗുലർ ബേസിസിൽ, അതായത് പതിവായിട്ട് ഗുഡ്സ് അയക്കുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്ലോട്ടിംഗ് പോളിസി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തരക്കാർ ഈ പറഞ്ഞിട്ടുള്ള ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സാധനങ്ങളുടെ വാല്യൂ, അതായത് അതിൻ്റെ മൂല്യമോ കപ്പലിൻ്റെ പേരോ ഒന്നും തന്നെ പറയാതെ ലംസമായിട്ടായിരിക്കും ഈ പോളിസി എന്ത് ചെയ്യുന്നത്, പെർച്ചേസ് ചെയ്യുന്നത്. പിന്നീടായിരിക്കും, അതായത് കപ്പലിൻ്റെ പേരും പിന്നെ സാധനങ്ങളുടെ വിശദാംശങ്ങളും ഒക്കെ ഇൻഷുർ ചെയ്ത ആൾ പിന്നീടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോളിസിയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലോട്ടിംഗ് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മറൈൻ ഇൻഷുറൻസ് പോളിസി കണ്ടീഷൻസ്. ഓക്കെ, മറൈൻ ഇൻഷുറൻസ് ഈസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ കണ്ടീഷൻസ്. മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എൻറ്റയർലി എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയുന്നുണ്ട്, കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണെന്ന് അറിയാം അല്ലേ. അപ്പം നോക്കിയാൽ ഓരോ കോൺട്രാക്റ്റിനും അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആഡ് ചെയ്തുകൊണ്ടാണ് ഓരോ പോളിസീസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആഡ് ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ ദീസ് ക്ലോസസ് ഡിഫൈൻ ദ ടൈം പീരീഡ്, സ്കോപ്പ്, കവറേജ് ഓഫ് ദി പോളിസി. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കവർ ചെയ്യപ്പെടുന്നത്, അതായത് ഓരോ ക്ലോസും എന്ന് പറയുന്നത് എന്താണ്, ഒരു പോളിസിയുടെ സ്കോപ്പ്, അതായത് അതിനകത്ത് കവർ ചെയ്യുന്ന ഏരിയ, അതേപോലെ തന്നെ അതിൻ്റെ ടൈം പീരീഡ്, അതായത് മെച്യൂരിറ്റി പീരീഡ് പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഏതൊക്കെ റിസ്കുകളാണ് ഇതിൽ കവർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഓരോ ക്ലോസസ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. നോക്കിയേ, അതിൽ ആദ്യത്തേതാണ് ഹൾ ക്ലോസസ്. നോക്കി, ആ ഒരു പേര് പോലെ തന്നെ ഹള്ളുമായിട്ട്, അതായത് ഷിപ്പിൻ്റെ വെസലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലോസസ് ആണ് ഹൾ ക്ലോസസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെസലിൻ്റെ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഫ്രെയിം ചെയ്തിട്ടുള്ള ക്ലോസസ് ആണ് എന്തെന്ന് പറയുന്നത്, ഹൾ ക്ലോസസ് എന്ന് പറയുന്നത്. Through these clauses, the insurer agrees to indemnify the loss or damage caused to the vessels due to the perils named in the insurance contract. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലോസുകൾ നമ്മൾ പറഞ്ഞു മെയിനായിട്ടും ഹൾ പോളിസീസിലായിരിക്കും ഇത് ഉൾപ്പെടുത്തുന്നതെന്ന്. നമുക്കറിയാം, ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ കുറച്ച് റിസ്കുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ആ റിസ്കുകൾ മാത്രമായിരിക്കും അവിടെ കവർ ചെയ്യപ്പെടുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്ലോസിലൂടെ, അതായത് ഹൾ ക്ലോസ് മുഖേന ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ നിമിത്തം, പെറിൽസ് കാരണം കപ്പലിന്, അതായത് വെസലിനുണ്ടാകുന്ന ലോസ് അല്ലെങ്കിൽ ഡാമേജസ് ഇൻഡെംനിഫൈ ചെയ്യാനായിട്ട് ആര് എഗ്രി ചെയ്യുമെന്ന് പറയുന്നുണ്ട്, ഇൻഷുറർ എഗ്രി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. Okay, the institute hull clauses are classified into 26 broad categories on the basis of risk covered and risk excluded. These clauses are also known as institute time clauses. Okay? അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസുകൾ ഹൾ ക്ലോസസുകളിൽ ഉൾപ്പെടുത്തുമ്പോഴാണ്, ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൾ ക്ലോസസുകൾ വരുന്നത്. അപ്പോൾ ഇതിനെ ആ പോളിസി കവർ ചെയ്യുന്ന റിസ്കുകളും അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്ന റിസ്കുകളും, അതായത് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള റിസ്കുകളുടെയും ബേസിസിൽ 26 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ നോക്കിയേ ഇതിനെ എന്തെന്നും പറയുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈം ക്ലോസ് എന്ന് ഇതിനെ പറയുന്നു. അപ്പോൾ എത്ര ബ്രോഡ് കാറ്റഗറീസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്? 26 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നോക്കിയാൽ അടുത്താണ് കാർഗോ ക്ലോസസ്. ദീസ് ക്ലോസസ് ആർ യൂസ്ഡ് ഇൻ ദ ഇൻഷുറൻസ് ഓഫ് കാർഗോ ആൻഡ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കാർഗോ പോളിസീസ്. ഇത്തരത്തിലുള്ള ക്ലോസുകൾ നമ്മൾ കാർഗോയുടെ ഇൻഷുറൻസിലാണ് ഉപയോഗിക്കാറ്. അത് ഏതിലാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്, കാർഗോ പോളിസീസിലാണെന്ന് പറയുന്നുണ്ട്, കാർഗോ പോളിസീസ് ആണെന്ന് പറയുന്നുണ്ട്. These clauses gives the description of the nature, extent and scope of the cargo insurance and also defines the risk covered and also the exclusions from the insurance covers etc. നമ്മൾ മറ്റേത് അതായത് ഹൾ ക്ലോസസ് പഠിച്ച പോലെ തന്നെയാണ് ഇതിവിടെയും. നോക്കിയാൽ അതായത് നമ്മുടെ ആ ഒരു കാർഗോ ഇൻഷുറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത അതിൻ്റെ നേച്ചർ, അതിൻ്റെ എക്സ്റ്റെൻറ്റ്, അതേപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഏരിയാസ്, എന്തൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിനകത്ത് കവർ ചെയ്യപ്പെടുന്ന റിസ്കുകൾ, അതിലെ എക്സ്ക്ലൂഷൻസ്, അതായത് എന്തൊക്കെ റിസ്കുകളാണ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ക്ലോസസിൽ ഉള്ളത്. നെക്സ്റ്റ് ഓക്കെ, some additional marine perils against which cover may be sought by the insured are inserted in the policy through special clauses. These clauses are also known as institute cargo clauses. ഇൻഷുർഡിന്, അതായത് ഇൻഷുർ ചെയ്തയാൾക്ക് പരിരക്ഷ ലഭിക്കാവുന്ന ചില ക്ലോസുകൾ കൂടി, അതായത് സ്പെഷ്യൽ ക്ലോസസ് വഴി ചില അഡീഷണൽ മറൈൻ പെറിൽസ് കൂടി പോളിസിയിലേക്ക് ചേർക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചേർക്കുന്ന ക്ലോസസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് കാർഗോ ക്ലോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫ്രൈറ്റ് ക്ലോസസ്. ഫ്രൈറ്റ് ക്ലോസസ് നോക്കിയാൽ ദീസ് ക്ലോസസ് ആർ ഫ്രെയിംഡ് വിത്ത് റെഫറൻസ് ടു ദ ലോസ് ഓഫ് ഫ്രൈറ്റ് ഡ്യൂ ടു പെറിൽസ് വിച്ച് ആർ ഇൻഷുർഡ് ഫോർ എ പീരീഡ് ഓർ ഫോർ എ വോയേജ്. നമ്മൾ പീരീഡ് പോളിസി എന്താണ്, വോയേജ് പോളിസി എന്താണ് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ അത്തരത്തിൽ ഒരു പീരീഡിലേക്ക് അല്ലെങ്കിൽ ഒരു വോയേജിന് വേണ്ടി നമ്മൾ ഇൻഷുർ ചെയ്യുന്ന ഫ്രൈറ്റിൽ എന്തെങ്കിലും ലോസ് ഉണ്ടാകുകയാണെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇത്തരത്തിലുള്ള ക്ലോസസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ എന്തെന്നും പറയുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രൈറ്റ് ക്ലോസസ് എന്നും ഇത്തരത്തിലുള്ള ക്ലോസുകളെ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഹൾ എന്താണ്, ഹൾ ക്ലോസ് എന്താണ്, ഫ്രൈറ്റ് ക്ലോസ് എന്താണ്, അതേപോലെ തന്നെ കാർഗോ ക്ലോസ് എന്താണെന്ന് കണ്ടു അല്ലേ. ഇന്ന് നോക്കിയാൽ മറ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലോസസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അതിൽ ആദ്യത്തേതാണ് അസൈൻമെന്റ് ക്ലോസ്. നോക്കിക്കേ, ദിസ് ക്ലോസ് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് എ മറൈൻ പോളിസി ക്യാൻ ബി അസൈൻഡ് അൺലെസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ലി പ്രൊഹിബിറ്റഡ് ബൈ ദ ഇൻഷുറർ. ഇൻഷുറർ പ്രൊഹിബിറ്റ് ചെയ്തില്ല എങ്കിൽ മറൈൻ പോളിസി നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് കാർഗോ ഇൻഷുറൻസ് ദ പോളിസി ക്യാൻ ബി ഫ്രീലി അസൈൻഡ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹൾ ഇൻഷുറൻസ് ഇറ്റ് ക്യാൻ ബി അസൈൻഡ് വിത്ത് ദ കൺസെന്റ് ഓഫ് ദി ഇൻഷുറർ. നോക്കിയേ, ഇവിടെ എന്താണ് പറയുന്നത്, കാർഗോ ഇൻഷുറൻസിന്റെ കേസിലാണ് എങ്കിൽ പോളിസി നമുക്ക് ഫ്രീലി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹൾ ഇൻഷുറൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ അസൈൻ ചെയ്യണം എന്നുണ്ട് എങ്കിൽ ഇൻഷുററിന്റെ കൺസെന്റ് അവിടെ ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം വെസലിന്റെ അല്ലെങ്കിൽ ഷിപ്പിന്റെ ഓണർഷിപ്പ് മാറുന്നതിനനുസരിച്ച് അതിന്റെ റിസ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുററിന്റെ കൺസെന്റ് അതിന് ആവശ്യമാണ് അസൈൻമെന്റിന് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് അറ്റ് ആൻഡ് ഫ്രം ക്ലോസ്. നോക്കിയാൽ അടുത്താണ് അറ്റ് ആൻഡ് ഫ്രം ക്ലോസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ക്ലോസുകൾ ഹൾ ആൻഡ് ഫ്രൈറ്റ് ഇൻഷുറൻസിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നോക്കിയാൽ അതേപോലെ തന്നെ ആൻഡ് സ്റ്റേറ്റ്സ് ദ ടൈം വെൻ ദ റിസ്ക് കവറേജ് കമൻസ്. എപ്പോഴാണ് റിസ്ക് കവറേജ് കമൻസ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലോസ് പ്രകാരം റിസ്ക് കവറേജ് കമൻസ് ചെയ്യുന്നത് ആ ഒരു ഷിപ്പ് പോർട്ടിൽ കിടക്കുന്ന ടൈമിലും അതേപോലെ തന്നെ ആ ഒരു പോർട്ട് ലീവ് ചെയ്ത് അത് മുന്നോട്ട് പോകുമ്പോൾ അതായത് മറ്റൊരു പോർട്ടിലേക്ക് എത്തപ്പെടുന്ന വരെയുള്ള റിസ്ക് ആയിരിക്കും ഇതിന് കീഴിൽ കവർ ചെയ്യുന്നത്. അതായത് ആ പോർട്ടിൽ കിടക്കുന്ന ടൈമിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിസ്കുകളും അതേപോലെ തന്നെ പോർട്ട് ലീവ് ചെയ്ത് മറ്റൊരു പോർട്ടിലേക്ക് എത്തപ്പെടുന്ന വരെയുള്ള ടൈം പീരീഡിൽ ഉണ്ടാകുന്ന റിസ്ക്കുമായിരിക്കും ഇതിന് കീഴിൽ കവർ ചെയ്യുന്നത്. ഇവിടെ നോക്കിയ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ദ ക്ലോസ് അറ്റ് ആൻഡ് ഫ്രം വിശാഖപട്ടണം ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ റിസ്ക് ഈസ് കവേർഡ് വെൻ ദ ഷിപ്പ് ഈസ് അറ്റ് വിശാഖപട്ടണം പോർട്ട് ആൻഡ് ഓൾസോ വെൻ ഇറ്റ് ലീവ്സ് ദിസ് പോർട്ട്. നോക്കിക്കേ, അതായത് അറ്റ് ആൻഡ് ഫ്രം വിശാഖപട്ടണം എന്ന് പറഞ്ഞ ഈ ഒരു ക്ലോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു വിശാഖപട്ടണം പോർട്ടിൽ നമ്മുടെ ഷിപ്പ് കിടക്കുന്ന ടൈമിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിസ്കുകളും അതേപോലെ തന്നെ ആ പോർട്ട് വിട്ട് അതായത് വിശാഖപട്ടണം പോർട്ട് വിട്ട് നമ്മുടെ ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്കുകളും ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്താണ് ട്രാൻസിറ്റ് ക്ലോസ്. ട്രാൻസിറ്റ് ക്ലോസിന് മറ്റൊരു പേരാണ് വെയർ ഹൗസ് ടു വെയർ ഹൗസ് ക്ലോസ്. ആ ഒരു പേര് പോലെ തന്നെ ഇവിടെ സെൻറ്ററിൻ്റെ വെയർ ഹൗസിൽ നിന്ന് റിസീവറിൻ്റെ വെയർ ഹൗസിലേക്ക് നമ്മൾ ഗുഡ്സ് ഷിപ്പ് ചെയ്യുമ്പോഴുണ്ടാകുന്ന റിസ്ക് ആയിരിക്കും ഈ ഒരു ക്ലോസിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നത്. ദ പീരീഡ് ഓഫ് ഇൻഷുറൻസ് കവർ എക്സ്റ്റെൻഡ് ഫ്രം ദ ടൈം ദ ഗുഡ്സ് ലീവ്സ് ദ വെയർ ഹൗസ് ഓഫ് ദി എക്സ്പോർട്ടർ അണ്ടിൽ ദേ ആർ ഡെലിവേർഡ് ടു ദ വെയർ ഹൗസ് ഓഫ് ദ ഇമ്പോർട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ എക്സ്പോർട്ടറിൻ്റെ വെയർ ഹൗസിൽ നിന്ന് ഗുഡ്സ്
എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ റിസീവറിൻ്റെ വെയർഹൗസിലേക്ക് ഡെലിവറി ചെയ്യപ്പെടുന്ന ടൈം വരെ ഉണ്ടാകുന്ന റിസ്കുകളായിരിക്കും ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ്, അതായത് ആ സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ എക്സ്പോർട്ടറിൻ്റെ വെയർഹൗസിൽ നിന്ന് ഗുഡ്സ് ഇമ്പോർട്ടൻ്റ് വെയർഹൗസിലേക്ക് ഡെലിവറി ചെയ്യപ്പെടാൻ എടുക്കുന്ന ടൈം ആയിരിക്കും ഇവിടുത്തെ പീരീഡ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ചേഞ്ച് ഓഫ് വോയേജ് ക്ലോസ്. ഇതിനെ ഡീവിയേഷൻ ക്ലോസ് എന്നും പറയുന്നു. ഓക്കെ, നമ്മുടെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പോളിസിയിൽ ഓൾറെഡി എല്ലാ കാര്യവും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നോക്കിയേ, ദ പോർട്ട് ഓഫ് ഡിപ്പാർച്ചർ ആൻഡ് ദ റൂട്ട് ടു ബി ഫോളോവഡ് ബൈ ദ ഷിപ്പ് ഇൻ റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ ആർ മെൻഷൻഡ് ഇൻ ദ പോളിസി. അതായത് ആ ഒരു പോർട്ട് ഓഫ് ഡിപ്പാർച്ചറും അതേപോലെ തന്നെ ഷിപ്പ് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തപ്പെടാൻ എടുക്കേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട റൂട്ടും എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഷിപ്പ് അതിൻ്റെ ആ ഒരു ഒറിജിനൽ റൂട്ട് ചേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അത് പോളിസിയിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അതിൻ്റെ ഒറിജിനൽ റൂട്ട് ചേഞ്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻഡെംനിഫൈ ചെയ്യാൻ ആര് ലയബിൾ ആയിരിക്കത്തില്ല, ഇൻഷുറർ ലയബിൾ ആയിരിക്കത്തില്ല എന്നാണ് പറയുന്നത്. അടുത്തതാണ് ടച്ച് ആൻഡ് സ്റ്റേ ക്ലോസ്. Okay, this clause states that the ship should touch and stay only at those ports which are mentioned in the policy. പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോർട്സിൽ മാത്രമേ ഷിപ്പ് ടച്ച് ആൻഡ് സ്റ്റേ നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ മാത്രമേ ടച്ച് ചെയ്യാൻ സ്റ്റേ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇഫ് ദ പോർട്സ് ആർ നോട്ട് മെൻഷൻ then the ship should take the usual route and stay at the ports coming on the original route. If it goes to any other port it will amount to deviation. Okay, അതായത് ഇത്തരത്തിലുള്ള പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് അതിൻ്റെ യൂഷ്വൽ റൂട്ട് ഫോളോ ചെയ്യുകയും അതേപോലെ തന്നെ ആ ഒരു ഒറിജിനൽ റൂട്ടിൽ വരുന്ന പോർട്സിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മറ്റേതെങ്കിലും പോർട്ടിലേക്ക് അത് പോയി കഴിഞ്ഞാൽ, അതായത് പോളിസിയിൽ മെൻഷൻ ചെയ്യാത്ത മറ്റേതെങ്കിലും പോർട്സിൽ അത് എന്താണ് സ്റ്റേ ചെയ്യുകയോ ടച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീവിയേഷനായിട്ട് കണക്കാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ്, ഷിപ്പ് അതിൻ്റെ പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോർട്സിൽ മാത്രമേ ടച്ച് ആൻഡ് സ്റ്റേ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലാത്ത പക്ഷം അത് ഡീവിയേഷനായിട്ട് കണക്കാക്കുകയും എന്തെങ്കിലും ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡെംനിഫൈ ചെയ്യാൻ ഇൻഷുറർ ലയബിൾ ആയിരിക്കത്തുമില്ല എന്നാണ് ഈ ഒരു പോളിസിയിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്ലോസിൽ പറയുന്നത്. Okay, next ആണ് injury clause or negligence clause. This clause was inserted after a famous case involving a ship named ഇഞ്ചുമാരി. നോക്കി, ഇഞ്ചുമാരി എന്ന് പറയുന്ന ഒരു ഷിപ്പിന്റെ പ്രമാദമായിട്ടുള്ള കേസിന് ശേഷമാണ് ഈ ഒരു ക്ലോസ് ആഡ് ചെയ്തത്. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള ഒരു അഡീഷണൽ പെറിൽ ക്ലോസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഇഞ്ചുമാരി ക്ലോസ് covers damages that are caused by negligence of ship personnel such as engineers and captains while navigating. അതായത് എന്താണ്, ഷിപ്പ് ജീവനക്കാർ അല്ലെങ്കിൽ കപ്പൽ ജീവനക്കാരുടെയോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് നാവിഗേറ്റ് ചെയ്ത ടൈമിൽ ക്യാപ്റ്റൻ്റെ എന്തെങ്കിലും ഒരു നെഗ്ലിജൻസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഡാമേജസ് ആയിരിക്കും ഈ ഒരു ക്ലോസിനകത്ത് കവർ ചെയ്യപ്പെടുന്നത്. ദിസ് ക്ലോസ് ഓൾസോ കവേഴ്സ് ലോസ് ബൈ എക്സ്പ്ലോസീവ്സ് ഓർ ലേറ്റന്റ് ഡിഫക്റ്റ് ഇൻ ദ മെഷീനറി ഓർ ദ ഹൾ. അതായത് ഷിപ്പിനോ അല്ലെങ്കിൽ മെഷീനറിക്കോ ഉണ്ടാകുന്ന ഡിഫക്റ്റ് കൊണ്ടോ എക്സ്പ്ലോസീവ്സ് കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന നഷ്ടങ്ങളായിരിക്കും ഈ ഒരു ക്ലോസിനകത്ത് കവർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. നെഗ്ലിജൻസ് ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇഞ്ചുമാരി ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്, പ്രധാനമായിട്ടും ഈ പറഞ്ഞുള്ള കപ്പൽ ജീവനക്കാരുടെ അല്ലെങ്കിൽ ക്യാപ്റ്റൻ്റെയോ എഞ്ചിനീയേഴ്സിൻ്റെയോ ഒക്കെ നെഗ്ലിജൻസ് കൊണ്ടുണ്ടാകുന്ന ലോസസ് അല്ലെങ്കിൽ ഡാമേജസ് ആയിരിക്കും ഇത്തരത്തിലുള്ള ക്ലോസിനകത്ത് കവർ ചെയ്യപ്പെടുന്നത്. അടുത്തതാണ് സ്യൂ ആൻഡ് ലേബർ ക്ലോസ്. Okay, this clause enables the insured in trying to save the subject matter of insurance from any type of loss. ഏതെങ്കിലും തരത്തിലുള്ള ലോസസിൽ നിന്ന് ഇൻഷുർ ചെയ്ത സബ്ജക്റ്റ് മാറ്ററിനെ സേവ് ചെയ്യാനായിട്ട് ഇൻഷുർഡിനെ ഈ ഒരു ക്ലോസ് ഇനേബിൾ ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദിസ് ക്ലോസ് അലൗസ് ദ ഇൻഷുർഡ് ടു റിക്കവർ എനി റീസണബിൾ എക്സ്പെൻസസ് ഇൻക്വേർഡ് ഇൻ ഓർഡർ ടു മിനിമൈസ് ഓർ അവോയ്ഡ് എ ലോസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻഷുറൻസ് ദ ലോസ് ഫോർ വിച്ച് ദ ഇൻഷുറർ വുഡ് ഹാവ് ബീൻ ലയബിൾ അണ്ടർ ദ പോളിസി. അതായത് ഇത്തരത്തിൽ ഇൻഷുറൻസിൻ്റെ സബ്ജക്റ്റ് മാറ്ററിൻ്റെ ലോസ് കുറയ്ക്കാനായിട്ട് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഇൻഷേർഡിനെ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊക്കെ റിക്കവർ ചെയ്യാനായിട്ട് ഈ ഒരു ക്ലോസ് അലൗ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് സ്യൂ ആൻഡ് ലേബർ ക്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വേവർ ക്ലോസ്. വേവർ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂ ആൻഡ് ലേബർ ക്ലോസിന് ഒരു സപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ക്ലോസ് ആണ് ഇതെന്ന് പറയുന്നത് വേവർ ക്ലോസ് എന്ന് പറയുന്നത്. വേവർ ക്ലോസ് സ്റ്റേറ്റ്സ് ദാറ്റ് എനി ആക്ട് ഓഫ് ദി ഇൻഷുർഡ് ഓർ ദി ഇൻഷുറർ ടു പ്രൊട്ടക്ട്, recover or preserve the subject matter of the insurance shall not be taken to mean that the insured want to pay the compensation. അതായത് ഇപ്പം ഈ ഒരു ഇൻഷുറൻസിൻ്റെ സബ്ജക്റ്റ് മാറ്റർ പ്രൊട്ടക്ട് ചെയ്യാനോ റിക്കവർ ചെയ്യാനോ പ്രിസേർവ് ചെയ്യാനായിട്ടോ ഇൻഷുർഡോ ഇൻഷുററിൻ്റെയോ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആക്ട് ഉണ്ടായാൽ അത്
ഒരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഷുർഡിന് കോമ്പൻസേഷൻ വേണ്ട എന്നല്ല അത് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ ഡസ് നോട്ട് മീൻ ദാറ്റ് ദ ഇൻഷുറർ അക്സെപ്റ്റ് സച്ച് ആക്ട് ആസ് എ ടെർമിനേഷൻ ഓഫ് ദ പോളിസി. അത്തരത്തിലുള്ള ആക്ടിനെ പോളിസിയുടെ ടെർമിനേഷനായിട്ട് ഇൻഷുറർ അക്സെപ്റ്റ് ചെയ്തു എന്നും ഇത് അർത്ഥമാക്കുന്നില്ല എന്നുള്ളതാണ് വേവർ ക്ലോസിനകത്ത് പറയുന്നത്. അടുത്തത് മെമ്മോറാണ്ടം ക്ലോസ് ആണ്. നോക്കി, മെമ്മോറാണ്ടം ക്ലോസിൽ എന്താണ് പറയുന്നതെന്ന്, അതായത് ഇൻഷുറൻസിന്റെ സബ്ജക്ട് മാറ്റർ ആയിട്ടുള്ള പെരിഷബിൾ ഗുഡ്സിൽ നിന്നും ഉണ്ടാകുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങൾ പേ ചെയ്യുന്നതിൽ നിന്നും ഇൻഷുററിനെ ഈ ഒരു ക്ലോസ് റിലീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദിസ് ക്ലോസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇൻഷുറർ ഇസ് നോട്ട് ലയബിൾ ഫോർ പാർഷ്യൽ ലോസസ് ബട്ട് ഇൻ കേസ് ഓഫ് ജനറൽ ലോസസ് ദ ഇൻഷുറർ ഇസ് ലയബിൾ ടു ഇൻഡെമിനിഫൈ ദ ലോസസ്. അതായത് പാർഷ്യൽ ലോസസിന്റെ കേസിൽ ഭാഗികമായി ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഇൻഷുറർ ലയബിൾ അല്ല എന്നും, അതസന്ധി ജനറൽ ലോസസിന്റെ കേസിലേക്ക് വരികയാണ് എങ്കിൽ അത്തരത്തിൽ ജനറൽ ലോസസ് ഇൻക്വയർ ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ലോസസ് ഇൻഡെമിനിഫൈ ചെയ്യാൻ ഇൻഷുറർ ലയബിൾ ആണ് എന്നുമാണ് ഈ ഒരു ക്ലോസിൽ പറയുന്നത്. പാർഷ്യൽ ലോസസ് ഉണ്ടായാൽ ആരും ലയബിൾ ആയിരിക്കത്തില്ല, ഇൻഷുറർ ലയബിൾ ആയിരിക്കത്തില്ല. അസന്ധി ജനറൽ ലോസസ് ആണ് എങ്കിൽ അവിടെ ഇൻഷുറർ ലയബിൾ ആയിരിക്കും എന്നുള്ളതാണ് മെമ്മോറാണ്ടം ക്ലോസിൽ പറയുന്നത്. അടുത്തത് റണ്ണിങ് ഡൗൺ ക്ലോസസ് ആണ്. നോക്കി, ഇത്തരം ക്ലോസുകൾ നമ്മൾ ഹൾ ഇൻഷുറൻസ് പോളിസീസിലാണ് ഉൾപ്പെടുത്താറുള്ളത്. നോക്കിക്കേ, ദിസ് ക്ലോസസ് കവേഴ്സ് ദ ലോസ് ഓർ ഡാമേജ് ഡൺ ടു അനദർ ഷിപ്പ് ഓർ ഇറ്റ്സ് കാർഗോ റിസൾട്ടിംഗ് ഫ്രം എ കൊളിഷൻ വിത്ത് ഇൻഷുർഡ് വെസൽ. അതായത് ഇൻഷുർ ചെയ്തിട്ടുള്ള വെസലുമായിട്ട് മറ്റൊരു ഷിപ്പ് വന്ന് കൂട്ടിയിടിക്കുകയാണ് എങ്കിൽ, കൊളിഷൻ സംഭവിക്കുകയാണ് എങ്കിൽ ആ ഒരു ഷിപ്പിനോ അതിൻ്റെ കാർഗോയ്ക്കോ എന്തെങ്കിലും ഡാമേജോ ലോസോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം ലോസ് അല്ലെങ്കിൽ ഡാമേജ് ആയിരിക്കും ഈ ഒരു ക്ലോസിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലോസിനെ എന്തെന്നും പറയുന്നു, കൊളിഷൻ ക്ലോസ് എന്നും പറയുന്നു. അപ്പൊ അതാണ് റണ്ണിങ് ഡൗൺ ക്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റീഇൻഷുറൻസ് ക്ലോസ്. അതായത് ഇപ്പോൾ ഇൻഷുറർ നോക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും റിസ്ക് ഇൻഷുർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വെസലിൻ്റെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാടാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഷുറർ എന്ത് ചെയ്യും, റീഇൻഷുറൻസ് എടുക്കും എന്നുള്ളതാണ്. അതായത് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയുടെ കൂടി എന്ത് ചെയ്യും, ഇതിലേക്ക് ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ റീഇൻഷുർ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇൻ കേസ് ഇഫ് എ പോളിസി ഈസ് റീഇൻഷുർഡ് ദെൻ ദ റീഇൻഷുറൻസ് ക്ലോസ് ഈസ് ആഡഡ് ഓൺ ദ ഒറിജിനൽ പോളിസി വിച്ച് വാസ് പ്രീവിയസ്ലി ഇൻഷുർഡ്. അതായത് ഒറിജിനൽ പോളിസിയിലേക്ക് നമ്മൾ റീഇൻഷുറൻസ് ക്ലോസ് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. ദ റീഇൻഷുറർ ഈസ് ലയബിൾ ഓൺലി ടു ദ ഒറിജിനൽ ഇൻഷുറർ ആൻഡ് ഹാസ് നോ ഡയറക്റ്റ് ബിയറിംഗ് ഓർ എനി ക്ലെയിം സെറ്റിൽമെന്റ് വിത്ത് ദ ഇൻഷുർഡ്. ഈ റീഇൻഷുറർ ആണെങ്കിൽ ഒറിജിനൽ ഇൻഷുററുമായിട്ട് മാത്രമേ ലയബിൾ ആകത്തുള്ളൂ. അതേപോലെ തന്നെ ഇൻഷുർഡുമായിട്ട് ഒരു ഡയറക്റ്റ് ബിയറിംഗോ സെറ്റിൽമെന്റോ ഒന്നും തന്നെ കാണില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് കണ്ടിന്യൂവേഷൻ ക്ലോസ് ആണ്. ഈ ഒരു ക്ലോസ് നമ്മൾ ടൈം പോളിസിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോസ് പ്രകാരം നമ്മുടെ പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടൈം പീരീഡ് എക്സ്പയർ ആയ ശേഷവും നമുക്ക് നമ്മുടെ വോയേജ് കണ്ടിന്യൂ ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻഷുറർക്ക് അഥവാ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു പ്രയർ നോട്ടീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോ റേറ്റിൽ പ്രീമിയവും പേ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയിൽ എന്ത് റിസ്ക് ഉണ്ടായാലും അത് ആര് കവർ ചെയ്തോളും, ഇൻഷുറർ കവർ ചെയ്തോളും എന്നുള്ളതാണ്. നെക്സ്റ്റ് പെറിൽസ് ഓഫ് ദി സീ ക്ലോസ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസുകൾ അല്ലെങ്കിൽ ആക്സിഡൻസ് ആയിരിക്കും ഈ ഒരു ക്ലോസിന് കീഴിൽ കവർ ചെയ്യപ്പെടുക. അതേപോലെ തന്നെ എന്താണ് വിൻഡ് അല്ലെങ്കിൽ വേവിൻ്റെയൊക്കെ ഓർഡിനറി ആക്ഷൻസ്, അതായത് നമുക്ക് നോർമലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ആക്സിഡൻസ് ഉണ്ടല്ലോ കടലിൽ. അപ്പോൾ അത്തരത്തിലുള്ള റിസ്കുകളൊന്നും ഇതിൽ കവർ ചെയ്യപ്പെടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, പെറിൽസ് ഓഫ് സീ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീയിലുണ്ടാകുന്ന ആക്സിഡൻസ് അല്ലെങ്കിൽ എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ആക്സിഡൻസ് പോലെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഈ ഒരു ക്ലോസിന് കീഴിൽ കവർ ചെയ്യപ്പെടുക. നെക്സ്റ്റ് ജെറ്റിസൺ ക്ലോസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ എമർജൻസീസ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഷിപ്പിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അതിനകത്തുള്ള, അതായത് ഷിപ്പിലുള്ള കാർഗോസ് അഥവാ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യും, കടലിലേക്ക് എടുത്തെറിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഷിപ്പിലുണ്ടാകുന്ന കാർഗോസ് അല്ലെങ്കിൽ ഗുഡ്സ് ആണല്ലോ നമ്മൾ എടുത്തെറിയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് എറൈസ് ചെയ്യും, ലോസ് എറൈസ് ചെയ്യും അല്ലേ. അത്തരത്തിൽ ഗുഡ്സ് നമ്മൾ കടലിലേക്ക് ത്രോ ചെയ്യുന്നത് വഴി നമുക്ക് ലോസ് എറൈസ് ചെയ്യുകയും, അപ്പോൾ അത്തരത്തിലുള്ള ലോസുകൾ കവർ ചെയ്യുന്ന ക്ലോസ് ആണ് ഇതെന്ന് പറയുന്നത് ജെറ്റിസൺ ക്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫയർ ഇൻഷുറൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് മറൈൻ ഇൻഷുറൻസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു അല്ലേ. അപ്പോൾ നോക്കിയാൽ ഫയർ ഇൻഷുറൻസ് ആ ഒരു പേര് പോലെ തന്നെ ഫയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കോസ് എന്തായിരിക്കും, ഫയറാണ് അല്ലേ. അപ്പോൾ തീപിടുത്തം മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നത്. നോക്കിയാൽ നമുക്കറിയാം ഫയർ ഇൻഷുറൻസ് പറയുന്നത് എന്താണ്, തീപിടുത്തം മൂലം നമുക്കോ ബിസിനസ്സിനോ പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ലോസുകൾ കവർ ചെയ്യുന്ന പോളിസിയാണ് എന്തെന്ന് പറയുന്നത് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടുത്തെ കോസ് എന്താണ്, ഫയർ ആണെന്ന്. അപ്പോൾ നോക്കിയാൽ ഫയർ ഇൻഷുറൻസ് കോൺട്രാക്ട് കവേഴ്സ് ദ റിസ്ക് ഓഫ് ഡാമേജ് ബൈ ഫയർ
Fire insurance policy is designed to insure one's property and other items from loss occurring due to complete or partial damage by fire. തീപിടുത്തം മൂലമുണ്ടാകുന്ന പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ആണ് ഈ ഒരു ഇൻഷുറൻസിന്റെ കീഴിൽ കവർ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ഓക്കെ, ദ ഫോളോയിങ് ആർ സം ഓഫ് റിസ്ക് കവേർഡ് അണ്ടർ ഫയർ ഇൻഷുറൻസ് പോളിസി. അപ്പോൾ ഈ ഒരു ഫയർ ഇൻഷുറൻസ് പോളിസിയുടെ കീഴിൽ കവർ ചെയ്യപ്പെടുന്ന കുറച്ച് റിസ്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ ഫസ്റ്റ് പോയിന്റ് ഫയർ ആണ്. ഫയർ ഇംപ്ലൈസ് എ ഫയർ വിത്ത് വിസിബിൾ ഫ്ലെയിംസ് എന്ന് പറയുന്നുണ്ട്. അതായത് നോർമലി നമുക്ക് ഫയർ കൊണ്ട് ഉണ്ടാകുന്ന റിസ്കുകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ലൈറ്റ്നിങ് ആണ്, ഇടിമിന്നൽ അല്ലേ. അപ്പോൾ നമുക്കറിയാം, അതായത് ഇടിമിന്നൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ലൈറ്റ്നിങ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിനൊക്കെ വിള്ളലൊക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്താണ് ബ്രോക്കൺ റൂഫ് പോലെയുള്ള ഡാമേജസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലൈറ്റ്നിങ് ആണ് രണ്ടാമത്തെ റിസ്ക് എന്ന് പറയുന്നത്. 3 ഫയർ ഡാമേജസ് കോസ്ഡ് ഡ്യൂ ടു എക്സ്പ്ലോഷൻ ഓർ ഇംപ്ലോഷൻ, അതായത് പൊട്ടിത്തെറി മൂലം ഉണ്ടാകുന്ന എക്സ്പ്ലോഷൻ അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫയർ ഡാമേജസ് ആണ് അടുത്ത് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, ഫയർ ഓർ എനി അതർ ഡാമേജസ് കോസ്ഡ് ഡയറക്ട്ലി ബൈ എയർക്രാഫ്റ്റ് ഓർ എനി അതർ എയറൈൽ ഡിവൈസസ് ഓർ ആർട്ടിക്കിൾസ് ഡ്രോപ്ഡ് ബൈ എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റ് കാരണമോ അല്ല എങ്കിൽ ഈ എയർക്രാഫ്റ്റിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഡിവൈസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് കാരണം ഫയറോ ഡാമേജോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിസ്കുകൾ. നെക്സ്റ്റ് നോക്കിക്കേ, ലോസ് ഓർ ഡാമേജസ് ഡ്യൂ ടു റയോട്ട്, സ്ട്രൈക്ക് ഓർ ടെററിസ്റ്റ് ആക്ടിവിറ്റി ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് വാർ ഉൾപ്പെടാത്ത ടെററിസ്റ്റ് അല്ലെങ്കിൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ റയോട്ട് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വാർ അല്ലാതെയുള്ള എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റിയോ സ്ട്രൈക്കോ റയോട്ടോ കാരണമുണ്ടാകുന്ന ലോസ് അല്ലെങ്കിൽ ഡാമേജസ്. നെക്സ്റ്റ് ഓക്കെ, ഡാമേജസ് ഡ്യൂ ടു മിസൈൽ ടെസ്റ്റിംഗ് ഓപ്പറേഷൻസ് കാരണമുണ്ടാകുന്ന ഡാമേജസ് തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു ഫയർ ഇൻഷുറൻസിൻ്റെ കീഴിൽ കവർ ചെയ്യപ്പെടുന്ന റിസ്കുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഫയർ ഇൻഷുറൻസ് ആണ്. നോക്കിക്കേ, അതിൽ ഫസ്റ്റ് പോയിന്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻറ്റെമിനിറ്റി, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, സബ്രഗേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ ആർ ആപ്ലിക്കബിൾ ടു ഫയർ ഇൻഷുറൻസ്. ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചതാ? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ് അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസും തന്നെ ഫയർ ഇൻഷുറൻസിന് ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റെമിനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അതെല്ലാം തന്നെ എന്തിന് ആപ്ലിക്കബിൾ ആണ്? ഫയർ ഇൻഷുറൻസിന് ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഓക്കെ, ഫയർ ഇൻഷുറൻസ് ഈസ് പേഴ്സണൽ ഇൻ നേച്ചർ. ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ ആണെന്ന് പറയുന്നുണ്ട്. ഫയർ ഇൻഷുറൻസ് പോളിസി ക്യാൻ ബി വാലിഡ്ലി അസൈൻ ടു അനദർ ഓൺലി വിത്ത് ദ കൺസെന്റ് ഓഫ് ദ ഇൻഷുറർ. അതായത് ഇൻഷുററുടെ അഥവാ ഇൻഷുറൻസ് കമ്പനിയുടെ കൺസെന്റോടുകൂടി മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫയർ ഇൻഷുറൻസ് പോളിസി മറ്റൊരാളിലേക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കൂ. നെക്സ്റ്റ് ഓക്കെ, fire insurance contract covers the fire losses in whole and generally indivisible unless specifically mentioned in the contract. നോക്കിയാൽ ഫയർ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഫയർ ലോസസുകളെ കവർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കോൺട്രാക്റ്റിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ജനറലി ഇൻഡിവൈസിബിൾ ആണെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ഓക്കെ, ദ കോസ് ഓഫ് ഫയർ ഈസ് ഇമ്മെറ്റീരിയൽ ഇൻ ഫയർ ഇൻഷുറൻസ്. ദ ഇൻഷുറർ വിൽ റീംബേഴ്സ് ദ ലോസ് ഡ്യൂ ടു ഫയർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി കോസ് ഓഫ് ദി ഫയർ. ഇപ്പോൾ തീപിടുത്തം ഉണ്ടാകാൻ പല കാരണങ്ങൾ കാണും അല്ലേ. അപ്പോൾ ആ ഒരു കോസ് ഒന്നും നോക്കാതെ തീപിടുത്തം മൂലം ഉണ്ടാകുന്ന എല്ലാ ഡാമേജസും അല്ലെങ്കിൽ എല്ലാ ലോസസും തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫയർ ഇൻഷുറൻസിന്റെ കീഴിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കിയേ, നെക്സ്റ്റ് ആണ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് അല്ലേ. അതായത് നമ്മുടെ വാഹനങ്ങൾക്കുണ്ടാകുന്ന അപകടം കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബൈ വിച്ച് ദ ഇൻഷുറർ അസ്യൂംസ് ദ റിസ്ക് ഓഫ് എനി ലോസ് ദ ഓണർ ഓർ ഓപ്പറേറ്റർ ഓഫ് എ മോട്ടോർ വെഹിക്കിൾ മേ ഇൻകർ ത്രൂ ഡാമേജ് ടു പ്രോപ്പർട്ടി ഓർ പേഴ്സൺ ആസ് എ റിസൾട്ട് ഓഫ് ആൻ ആക്സിഡന്റ്. ഓക്കെ, ആക്സിഡന്റ് കാരണം വ്യക്തികൾക്കോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടാകുന്നത് വഴി മോട്ടോർ വെഹിക്കിളിന്റെ ഓണർക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റർക്ക് എന്തെങ്കിലുമൊക്കെ ലോസ് ഉണ്ടാകുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള റിസ്കുകളായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിന്റെ കീഴിൽ കവർ ചെയ്യപ്പെടുക. അപ്പോൾ നോക്കിയാൽ ദ ലോ മാൻഡേറ്റ്സ് ദാറ്റ് എവറി ഓണർ ഓഫ് എ മോട്ടോർ വെഹിക്കിൾ മസ്റ്റ് ഹാവ് വൺ മോട്ടോർ ഇൻഷുറൻസ് പോളിസി. അതായത് നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്, മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. എല്ലാ മോട്ടോർ വെഹിക്കിൾ ഓണേഴ്സും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള മോട്ടോർ ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കിയാൽ നെക്സ്റ്റ് എന്തൊക്കെ റിസ്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ആക്സിഡൻറ്റ് കൊണ്ടല്ല എങ്കിൽ ഫയർ, ലൈറ്റ്നിങ്, ഫ്ലഡ് പോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ടോ അതുമല്ല എങ്കിൽ എന്താണ് തെഫ്റ്റ്, സ്ട്രൈക്ക്, റയോട്ട് പോലെയുള്ള മാൻമെയ്ഡ് കലാമിറ്റീസ് കൊണ്ടോ മോട്ടോർ വെഹിക്കിളിനോ അതിൻ്റെ ആക്സസറീസിനോ എന്തെങ്കിലും ലോസ് അല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള റിസ്കുകൾ ഇതിൻ്റെ കീഴിൽ കവർ ചെയ്യപ്പെടുന്നതായിരിക്കും. നെക്സ്റ്റ് നോക്കിക്കേ, ദ ഡെത്ത്
or injury to the owner or passengers of the vehicle due to accident. ആക്സിഡന്റ് മൂലം വാഹനത്തിലുള്ള യാത്രികർക്കോ പാസഞ്ചേഴ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ ഓണർക്കോ മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറിയോ സംഭവിക്കുന്ന കേസിൽ അത്തരത്തിലുള്ള റിസ്കുകൾ ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നതായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, ഡാമേജസ് പേബിൾ ടു തേർഡ് പാർട്ടീസ് ബൈ ദി ഓണർ ഓഫ് ദി വെഹിക്കിൾ ഡ്യൂ ടു ആക്സിഡന്റ്. ആക്സിഡന്റ് കാരണം വെഹിക്കിളിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഓണർ തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജസ് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലോസുകളാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് ആണ്. ഇന്ത്യയിലുള്ള മേജറായിട്ടുള്ള മോട്ടോർ ഇൻഷുറൻസ് ബിസിനസ്സുകളൊക്കെ തന്നെ ഗവേൺ ചെയ്യുന്നത് ഓൾ ഇന്ത്യ മോട്ടോർ താരിഫാണ്. അപ്പോൾ ഇത് പ്രകാരം പ്രധാനമായിട്ടും 2 തരത്തിലുള്ള പോളിസി ഫോംസ് ആണുള്ളത്, ഫോം എ പോളിസിയും ഫോം ബി പോളിസിയും. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കിയാൽ അതിൽ ആദ്യത്തേതാണ് ഫോം എ പോളിസി. അതിനെ ആക്ച്വലി പോളിസി എന്നും പറയുന്നു. ഈ ഒരു ആക്ച്വലി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതായത് നമ്മൾ തേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ പേ ചെയ്യുന്നതാണ് ഈ ഒരു ഫോം എ പോളിസിയുടെ സ്കോപ്പിൽ വരുന്നത്. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഡെത്ത് സംഭവിക്കുന്ന കേസിൽ, അതും അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ബോഡിലി ഇഞ്ചുറീസ് സംഭവിക്കുന്ന കേസിൽ നമ്മൾ കോമ്പൻസേഷൻ പേ ചെയ്തതായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ആക്ച്വലി പോളിസി അല്ലെങ്കിൽ ഫോം എ പോളിസിയുടെ സ്കോപ്പിൽ വരുന്നത്. എന്നൊക്കെ ആരൊക്കെയാണ് പാർട്ടീസ് എന്നാണ് പറയുന്നത്. ദ ഇൻഷുർഡ് ഇസ് ദ ഫസ്റ്റ് പാർട്ടി. ആരാണ് ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്? ഇൻഷുർഡ് ആണ് അല്ലേ. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഷുറൻസ് എടുക്കുന്നത് ആരാണോ അയാളാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഇൻഷുർഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുർഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഇൻഷുറർ ആർ ദ ഇൻഷുറൻസ് കമ്പനി ഇസ് ദ സെക്കൻഡ് പാർട്ടി. അവിടെ സെക്കൻഡ് പാർട്ടി ആരാണ്? ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലേ. അഥവാ ഇൻഷുറർ ആണ് അവിടുത്തെ സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഓൾ ഓഫ് വുഡ് ബി ദ തേർഡ് പാർട്ടി. മറ്റെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? അവിടുത്തെ തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇൻഷുർ ചെയ്ത നമ്മുടെ ഒരു വാഹനം നമ്മൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റോഡിൽ ഒരു നടന്നു വരുന്ന ഒരു യാത്രികനെ ചെന്നിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ അയാളായിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്? തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. സോ അങ്ങനെ അപ്പോൾ ആരാണ് ഇൻഷുറർ എന്നറിയാം, ആരാണ് ഇൻഷുർഡ് എന്നറിയാം അല്ലേ. ഇനി തേർഡ് പാർട്ടി ആരാന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ നോക്കിയാൽ സച്ച് എ പോളിസി ഈസ് ഓൾസോ നോൺ ആസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഓർ ലയബിലിറ്റി ഇൻഷുറൻസ്. അത്തരത്തിലുള്ള പോളിസിയാണ് നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ലെങ്കിൽ ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അണ്ടർ സച്ച് എ പോളിസി എ തേർഡ് പാർട്ടി ഹു ഹാസ് സഫേർഡ് ആൻഡ് ലോസ് ക്യാൻ സ്യൂ ദ ഇൻഷുറർ ഡയറക്ട്ലി ഈവൻ ദോ ഹി ഹാസ് നോട്ട് എ പാർട്ടി ടു ദി കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ കോൺട്രാക്റ്റിലാകെ നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുർഡും ഇൻഷുററും മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൽ ആ ഒരു പാർട്ടി ഇല്ല എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ലോസ് സംഭവിക്കുന്ന കേസിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? തേർഡ് പാർട്ടിക്ക് ഡയറക്റ്റ്ലി ഇൻഷുററിനെ സമീപിക്കാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ലോസസ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്ലെയിമിന് വേണ്ടി പോകാവുന്നതാണ് എന്നുള്ളതാണ്. നോക്കിയേ, ദ ഫോളോയിങ് ലയബിലിറ്റീസ് ആർ കവേർഡ് ഇൻ ദിസ് പോളിസി. ഇനി എന്തൊക്കെ ലയബിലിറ്റീസ് ആണ് ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നത് നോക്കിക്കേ. അൺലിമിറ്റഡ് ലയബിലിറ്റി ടുവേർഡ്സ് തേർഡ് പാർട്ടി ബോഡ്ലി ഇഞ്ചുറീസ്. അതായത് എന്തെങ്കിലുമൊക്കെ തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ബോഡ്ലി ഇഞ്ചുറീസ് സംഭവിക്കുന്ന കേസിൽ അതിൽ നിന്ന് റൈസ് ചെയ്യുന്ന അൺലിമിറ്റഡ് ലയബിലിറ്റീസ്. ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റീസ് ടുവേർഡ്സ് തേർഡ് പാർട്ടി പ്രോപ്പർട്ടി ഡാമേജ്. ഇത് തേർഡ് പാർട്ടിയുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന് ലിമിറ്റഡ് ലയബിലിറ്റീസ്. പിന്നെ എന്താണ് പറയുന്നത്? അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ടുവേർഡ്സ് ബോഡ്ലി ഇഞ്ചുറി ഓഫ് പാസഞ്ചേഴ്സ് ഓഫ് ദി വെഹിക്കിൾ. വാഹനത്തിലെ യാത്രികർക്ക് എന്തെങ്കിലും ബോഡ്ലി ഇഞ്ചുറീസ് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ അൺലിമിറ്റഡ് ലയബിലിറ്റി. എന്നൊക്കെ ലയബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയീസ് ഓഫ് ദി ഓണർ ഓഫ് ദി വെഹിക്കിൾ വൈൽ ട്രാവലിംഗ് ഇൻ യൂസിങ് ഇറ്റ് അഗേൻസ്റ്റ് ബോഡ്ലി ഇഞ്ചുറി ടു ദി എക്സ്റ്റെൻറ്റ് റിക്വയർഡ് അണ്ടർ ദ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്. നോക്കിയ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടിന് കീഴിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് വെഹിക്കിളിൻ്റെ ഓണറിൻ്റെ എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ ഡാമേജസ് സംഭവിക്കുകയാണെങ്കിൽ അവരോടുള്ള ലയബിലിറ്റീസ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള വെഹിക്കിളിൽ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോഴോ ഒക്കെ എന്തെങ്കിലും ബോഡി ഇഞ്ചുറീസോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ എംപ്ലോയീസിനോടുള്ള ലയബിലിറ്റിയാണ് പറയുന്നത്. നോക്കിയേ, നെക്സ്റ്റ് ആണ് ഫോം ബി പോളിസി. നോക്കിയേ, ഈ ഒരു ഫോം ബി പോളിസിയെ കോംപ്രഹെൻസീവ് പോളിസി എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് കീഴിൽ കവർ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്, ഓൺ ഡാമേജ് ലോസസും അതേപോലെ തന്നെ ആക്ട് ലയബിലിറ്റിയുമാണ്. അപ്പോൾ നോക്കിക്കേ, ഫോം ബി പോളിസി പ്രൊവൈഡ്സ് വൈഡ് ഇൻഷുറൻസ് കവറേജ് കോൾഡ് കംപ്രഹെൻസീവ് കവർ ടു കവർ ഓൺ ഡാമേജ് ലോസസ് ആൻഡ് ആക്ട് ലയബിലിറ്റി. ഈ ഓൺ ഡാമേജ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ വെഹിക്കിളിനും അതിൻ്റെ ആക്സസറീസിനും ഉണ്ടാകുന്ന ഡാമേജസ് അല്ലെങ്കിൽ ലോസസ് ആണ് ഓൺ ഡാമേജ് ലോസസ് എന്ന് പറയുന്നത്. ആൻഡ് ആക്ട് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് റിലേറ്റഡ് ടു തേർഡ് പാർട്ടിയാണ്.
അപ്പം നോക്കിയേ, ദ പോളിസി ക്യാൻ ഓൾസോ ബി എക്സ്റ്റെൻഡഡ് ടു കവർ അഡീഷണൽ ലയബിലിറ്റീസ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ താരിഫ്. താരിഫിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അഡീഷണൽ ലയബിലിറ്റീസ് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പോളിസി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നോക്കിയാൽ സെക്ഷനുകളായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 1 ഓഫ് ദ പോളിസി കവേഴ്സ് ഓൺ ഡാമേജസ് ദാറ്റ് ഈസ് ലോസ് ടു ഡാമേജ് ടു ദി മോട്ടോർ വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് ആക്സസറീസ് ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡൻറ്റ്സ്, നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് മാൻമെയ്ഡ് കലാമിറ്റീസ്. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഡാമേജസ് ആണ്. അതായത് നമ്മുടെ മോട്ടോർ വെഹിക്കിളിനും അതിൻ്റെ ആക്സസറീസിനും ആക്സിഡൻറ്റ്, നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ മാൻമെയ്ഡ് കലാമിറ്റീസ് പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ലോസോ ഡാമേജോ ഉണ്ടാകുകയാണ് എങ്കിൽ അതായിരിക്കും സെക്ഷൻ 1 കീഴിൽ വരുന്നത്. ആൻഡ് സെക്ഷൻ 2 കവേഴ്സ് ലയബിലിറ്റി ടു തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ലയബിലിറ്റി റൈസ് ചെയ്യുകയാണെങ്കിൽ അത് സെക്ഷൻ 2 കവർ ചെയ്യുന്നത്. ആൻഡ് സെക്ഷൻ 3 ഈസ് ആപ്ലിക്കബിൾ ടു കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്. സെക്ഷൻ 3 ആപ്ലിക്കബിൾ ആവുന്ന എന്തിനാണ്? കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനാണ്. അപ്പോൾ ഇത്രയാണ് ഫോം ബി പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നല്ലേ. അപ്പോൾ നോക്കിയേ, ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് ഇൻഷുറൻസ് അഗൈൻസ്റ്റ് ലോസ് ബൈ ഇൽനെസ് ഓർ ബോഡിലി ഇഞ്ചുറി. അതായത് നമുക്ക് എന്താണ് നമ്മുടെ എന്തെങ്കിലും അസുഖം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ പരുക്കുകൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് ആൻ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് വിച്ച് കവേഴ്സ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസ് ഓഫ് ആൻ ഇൻഷുർഡ് ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. ഇൻഷുർ ചെയ്യപ്പെട്ട ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ഇൻഡിവിജ്വൽസിൻ്റെ മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസ് കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഇൽനെസ് അതേപോലെ തന്നെ ആക്സിഡൻസിനൊക്കെ എതിരായിട്ട് ഇത് പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ഉണ്ടാകുന്ന ചിലവുകൾ, അതേപോലെ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിനുള്ള ചിലവുകൾ, മറ്റ് മെഡിക്കൽ സർവീസസ്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇതിന് കീഴിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് നോക്കിക്കേ, ഹെൽത്ത് ഇൻഷുറൻസ് കവേഴ്സ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചാർജസ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ആൻഡ് ദ ഇൻഷുർഡ് ഈസ് റീഇംബേഴ്സ്ഡ് ദ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ submitting bill and other documents. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചാർജസ് ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പും ശേഷവും ഉണ്ടാകുന്ന ചാർജസ് കവർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ബില്ലും കാര്യങ്ങളും അതേപോലെ തന്നെ മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത് വഴി ഇൻഷുർഡിന്, അതായത് ഇൻഷുർ ചെയ്ത ആൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ റീഇംബേഴ്സ്ഡ് ആയി കിട്ടും എന്നുള്ളതാണ്, അതായത് തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് ക്വാളിഫൈസ് ഫോർ ഇൻകം ടാക്സ് എക്സംഷൻസ്. അതായത് ഇൻകം ടാക്സ് ആക്ട് 1962 സെക്ഷൻ 80D കീഴിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിന് കീഴിൽ നമ്മൾ അടയ്ക്കുന്ന ഇൻഷുറൻസ് പ്രീമിയത്തിന് നമുക്ക് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എക്സംഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ്. Next, okay, health insurance offers cashless treatment which allows the insured person to get admitted to any hospital approved by the insurance company without paying anything for treatment. അതായത് ഈ ഇൻഷുറൻസ് കമ്പനി അപ്രൂവ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ആകുന്നത് വഴി ഇൻഷുർഡ് പേഴ്സണ് ഒന്നും തന്നെ പേ ചെയ്യാതെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയി ലഭ്യമാകും എന്നുള്ളതാണ്. അതായത് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്ക് റിന്യൂ ചെയ്യാം എന്നുള്ളതാണ്. ആനുവലി റിന്യൂ ചെയ്യാം, അല്ല എങ്കിൽ ആ ഇൻഷുറൻസ് പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സ്പെസിഫൈഡ് പീരീഡിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് ഹെൽത്ത് കെയർ കോസ്റ്റ് ദാറ്റ് വിൽ ബി കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ആസ് സ്പെസിഫൈഡ് ഇൻ ദ പോളിസി ഇറ്റ്സെൽഫ്. ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ കീഴിൽ കവർ ചെയ്യപ്പെടുന്ന കോസ്റ്റ്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഹെൽത്ത് കെയർ ആണെങ്കിൽ എമൗണ്ട് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ പോളിസിയിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അതിൽ ആദ്യത്തേതാണ് ഫ്ലോട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പ്ലാൻ ആണ്, മെയിൻലി മെയ്ഡ് ഫോർ ഫാമിലീസിന് വേണ്ടിയാണ് ഈ ഇത്തരത്തിലുള്ളൊരു പ്ലാൻ എന്ന് പറയുന്നത്. നോക്കി, ഇതെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുമായിട്ട് സിമിലർ ആണ്. പക്ഷെ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോളിസി എന്ന് പറയുന്നത് എൻറ്റയർ ഫാമിലി ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇൻഡിവിജ്വൽ, അയാളുടെ സ്പൗസ്, അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഒക്കെ ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഹൗവർ സം ഇൻഷുറൻസ് കമ്പനി ഹാവ് പ്രൊവിഷൻ ടു കവർ ഡിപ്പെൻഡൻറ്റ് പാരൻസ്, സിബ്ലിങ്സ് ആൻഡ് പാരൻസ് ലോയർ. അതായത് ചില ഇൻഷുറൻസ് കമ്പനീസിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. അതായത് ഡിപ്പെൻഡ് ആയിട്ടുള്ള പേരൻസിനെയും സിബ്ലിങ്സിനെയും പാരൻസ് ഇൻ ലോയൊക്കെ കവർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ചില ഇൻഷുറൻസ് കമ്പനീസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദ പ്രീമിയം വിൽ ബി കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ഹയസ്റ്റ് ഏജ്ഡ് മെമ്പർ ഓഫ് ദി ഫാമിലി. ഫാമിലിയിൽ ഏറ്റവും പ്രായം ചെന്ന ആളുടെ ബേസിസിലായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള പ്രീമിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലോട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ടർ എന്ന് കേൾക്കുമ്പോഴേ ഓർക്കേണ്ടത് എന്താണ്? ഫാമിലീസിന് വേണ്ടിയുള്ളതാണെന്ന് ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹയസ്റ്റ് ഏജ്ഡ് മെമ്പറിൻ്റെ ബേസിസിലായിരിക്കും എന്ന് ഓർക്കുക. നെക്സ്റ്റ് ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പോളിസിയാണ്.
അപ്പോൾ നോക്കിയാൽ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സീരിയസ് ഹെൽത്ത് കണ്ടീഷൻസ് ആണ്. അപ്പോൾ അതായത് അയാൾക്ക് ജോലി ചെയ്യാൻ അയാൾക്ക് ഈ ഒരു ഇൽനെസ് കാരണം കഴിയുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മണി ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. അല്ലെങ്കിൽ അയാളുടെ ഇൻഡിവിജ്വൽ ലൈഫ് സ്റ്റൈലിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. നോക്കിയേ, ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് പോളിസീസ് ആൻഡ് ഇൻഷുറൻസ് കോൺട്രാക്ട് where the insurer agrees to pay a lump sum cash payment if the policy holder diagnosed with any one of the critical illness listed the insurance policy. Some of the examples of critical illness includes tumor, cancer, coma, heart attack, kidney failure, etc. നോക്കിയേ, ഈ ഒരു ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ആണ്. അവിടെ ഇൻഷുറർ ലംസം ക്യാഷ് ആർക്ക് പേ ചെയ്യുന്നതാണ്, പോളിസി ഹോൾഡർക്ക് പേ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ പോളിസി ഹോൾഡർ ഈ പറഞ്ഞിട്ടുള്ള അതായത് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, കോമ, ക്യാൻസർ, ട്യൂമർ പോലെയുള്ള എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ബാധിച്ചതായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പോളിസി ഹോൾഡർക്ക് ഇൻഷുറർ എന്ത് ചെയ്യും, ഒരു ലംസം എമൗണ്ട് പേ ചെയ്തതായിരിക്കും എന്നുള്ളതാണ്. നോക്കിയാൽ നെക്സ്റ്റ് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നമുക്കറിയാം ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഒരു ഗ്രൂപ്പിന് പേരിൽ എടുക്കുന്ന പോളിസി ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കിയാൽ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഈസ് ടേക്കൺ ഇൻ ദ നെയിം ഓഫ് ഗ്രൂപ്പ്, അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ കോർപ്പറേറ്റ് ബോഡി വിത്ത് എ ലിസ്റ്റ് ഓഫ് നെയിംസ് ഓഫ് ദി മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ഹിസ് ഓർ ഹർ എലിജിബിൾ ഫാമിലി മെമ്പേഴ്സ് ഫോമിംഗ് പാർട്ട് ഓഫ് ദി പോളിസി ടു ഇൻഷുർ ഓൾ ഓഫ് ദം അഗൻസ്റ്റ് അൺഫോർസീൻ മെഡിക്കൽ എക്സ്പെൻസസ്. അപ്പോൾ നോക്കിയേ, ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൻ്റെയോ അസോസിയേഷൻ്റെയോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ മറ്റ് കോർപ്പറേറ്റ് ബോഡിയുടെയോ ഒക്കെ പേരിലായിരിക്കും ഇത്തരത്തിലുള്ള പോളിസീസ് എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പറയുന്നുണ്ട് ഈ എടുക്കുന്ന മെമ്പേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എലിജിബിൾ ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെയും കൂടി നെയിം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു പോളിസി എടുക്കുന്നത് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഫോർസീൻ ആയിട്ടുള്ള മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് നോക്കിയാൽ ഓവർസീസ് ട്രാവൽ ഇൻഷുറൻസ് ആണ്. ഓവർസീസ് ട്രാവൽ ഇൻഷുറൻസ് ഇസ് ടേക്കൺ അറ്റ് ദ ടൈം ഓഫ് ബുക്കിംഗ് എ ഫോറിൻ ട്രാവൽ ടു കവർ എക്സ്പെൻസസ് ഓഫ് എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് അസിസ്റ്റൻസ് എയ്തർ ഡ്യൂ ടു സിക്നസ് ഓർ ആക്സിഡൻസ്. അതായത് ആക്സിഡൻസ് അല്ലെങ്കിൽ സിക്നസ് ഒക്കെ ഉണ്ടാകുന്നത് വഴി എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ എമർജൻസീസ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പെൻസസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി ഫോറിൻ ട്രാവൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കും ഈ ഓവർസീസ് ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഇത് സാധാരണയായിട്ട് എടുക്കുന്നത് എന്താണ് നോക്കിക്കേ, ഇറ്റ് യൂഷ്വലി ഓഫർ സ്റ്റുഡൻറ്റ് ട്രാവൽ കവേഴ്സ്, ബിസിനസ് ട്രാവൽ കവേഴ്സ് ആൻഡ് ഹോളിഡേ ലേഷർ ട്രാവൽ കവേഴ്സ്. അപ്പോൾ ഇത് സാധാരണയായിട്ട് ഓഫർ ചെയ്തത് സ്റ്റുഡൻസ് ട്രാവൽ കവർ, അതേപോലെ തന്നെ ബിസിനസ് ട്രാവൽ കവർ, അതേപോലെ തന്നെ ഹോളിഡേ ലീഷർ ട്രാവൽ കവർ ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് ലിങ്ക്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇവിടെ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കോമ്പിനേഷനാണ് ഇതെന്ന് പറയുന്നത് യൂണിറ്റ് ലിങ്ക്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഹെൽത്ത് പ്രൊട്ടക്ഷന് പുറമെ ഈ പറഞ്ഞുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ കവർ ചെയ്യാത്ത മറ്റ് എക്സ്പെൻസസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കിയേ, നെക്സ്റ്റ് പ്രൊസീജിയർ ടു ബൈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. അതിൽ ആദ്യത്തേത് പ്രപ്പോസൽ ഫോമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്രപ്പോസൽ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് മെയിനായിട്ടും പ്രപ്പോസറിൻ്റെ അതായത് ഇൻഷുററിൻ്റെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആയിരിക്കും കണ്ടെയ്ൻ ചെയ്യുക. അതായത് അയാളുടെ നെയിം, അഡ്രസ്സ്, ഏജ്, ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ തന്നെ ഒക്കുപ്പേഷൻ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ പ്രപ്പോസൽ ഫോമിനകത്ത് കാണുക. 2 ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്ത് ആണ്. അതായത് പ്രപ്പോസർക്ക് ആ ഒരു ഗുഡ് ഹെൽത്തിൻ്റെ ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അഡ്വേഴ്സ് ഹെൽത്തിൻ്റെ കേസിൽ ഈ പറഞ്ഞുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. 3 മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടാണ്. ഇഫ് ദ ഏജ് ഓഫ് എ പ്രപ്പോസൽ ഈസ് എബോവ് എ സ്പെസിഫൈഡ് ലിമിറ്റ് ദെൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് എ മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്. അതായത് ഒരു സ്പെസിഫൈഡ് ലിമിറ്റിന് മുകളിലാണ് പ്രപ്പോസലിൻ്റെ പ്രായമെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 45 വയസ്സിന് മുകളിലാണെന്ന് വിചാരിക്കുക, അങ്ങനെയെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കിയ നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം ആൻഡ് ഇഷ്യൂ ഓഫ് പോളിസി ഡോക്യുമെൻറ്റ്. നോക്കിയാൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയവും അതേപോലെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻസും ഡോക്യുമെൻറ്റും ഒക്കെ സബ്മിറ്റ് ചെയ്ത ശേഷം പോളിസി ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. നോക്കി ലാസ്റ്റ് വണ്ണാണ് ഇഷ്യൂ ഓഫ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ബൈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. നോക്കിക്കേ, ആഫ്റ്റർ ദ ഇഷ്യൂ ഓഫ് ഇൻഷുറൻസ് പോളിസി ഡോക്യുമെന്റ് ദ TPA will issue a photo ID card which will helps to get the treatment in hospitals on cashless basis. നോക്കിക്കേ, അതായത് ഈ പറഞ്ഞിട്ടുള്ള പോളിസി ഡോക്യുമെന്റ് ഇൻഷുറൻസ് പോളിസി ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്ത ശേഷം തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ അഥവാ TPA എന്ത് ചെയ്യും, ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ്ലെസ് ബേസിസിൽ ഈ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലഭ്യമാകും എന്നുള്ളതാണ്.
ഓക്കെ, നെക്സ്റ്റ് ബർഗ്ലറി ഇൻഷുറൻസ് ആണ്. അതായത് നമ്മുടെ പോളിസി പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു പോളിസി പീരീഡിൻ്റെ സമയത്ത് എന്തെങ്കിലും മോഷണങ്ങളോ കാര്യങ്ങളോ സംഭവിക്കുന്നത് വഴി പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള ലോസുകളാണ് ഈ ഒരു പോളിസിയുടെ കീഴിൽ കവർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് എന്താണ്, തെഫ്റ്റ്, ഹൗസ് ബ്രേക്കിംഗ് പോലെയുള്ള റിസ്കുകൾക്കെതിരെയാണ് പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ ടു ബോത്ത് ദ പ്രിമിസസ് ആസ് വെൽ ആസ് പേഴ്സണൽ ബിലോങ്സ്. നമ്മുടെ പേഴ്സണൽ ബിലോങ്സും അതേപോലെ തന്നെ പ്രിമിസസിനും ഇത് പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ താഴെ പറയുന്നതിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബൾഗറി പോളിസിയുടെ കീഴിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ലൈഫ് സ്റ്റോക്ക്, അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിള്, പെഡൽ സൈക്കിള്, മണി, സെക്യൂരിറ്റി, സ്റ്റാമ്പ്സ്, അതുപോലെ തന്നെ ബുള്ളിയൻ അതായത് ഗോൾഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഈ ബർഗ്ലറി ഇൻഷുറൻസിന് കീഴിൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ആക്സിഡൻറ്റ് കാരണം നമുക്ക് ഡെത്തോ അല്ലെങ്കിൽ ഡിസബിൾമെൻറ്റോ ഒക്കെ സംഭവിക്കുന്ന കേസിൽ അത്തരത്തിൽ അറൈസ് ചെയ്യുന്ന റിസ്കുകളായിരിക്കും ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നത്. ഇതൊരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനോ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഈസ് എ ഫോം ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അഗേൻസ്റ്റ് ലോസ് ബൈ ആക്സിഡൻ്റൽ ബോഡിലി ഇഞ്ചുറി ആൻഡ് ഓൾസോ കവേഴ്സ് ദ ലോസ് ഓഫ് ഏർണിംഗ്സ് ഡ്യൂ ടു ഇഞ്ചുറി ടു ദി ഇൻഷുർഡ് പേഴ്സൺ. നോക്കിയാൽ അതായത് ഈ ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പം ഈ ആക്സിഡൻറ്റ് കാരണം എന്തെങ്കിലും ബോഡി ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിൾമെൻറ്റോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് വഴി നമ്മുടെ ഏർണിങ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് വഴി അത്തരത്തിലുള്ള ലോസുകളും ഇതിന് കീഴിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസിയുടെ കീഴിൽ കവർ ചെയ്യപ്പെടാത്ത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റൻഷനലി സെൽഫ് ഹാം ചെയ്യുന്ന അല്ലെങ്കിൽ സൂയിസൈഡ് അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ളത്, വാർ പോലെയുള്ള കാര്യങ്ങൾ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുള്ള പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസിയുടെ കീഴിൽ കവർ ചെയ്യപ്പെടാത്തവ. നമുക്ക് നെക്സ്റ്റ് ആണ് റീ ഇൻഷുറൻസ്. നോക്കിക്കേ, അപ്പോൾ സിമ്പിളായിട്ട് എന്താണ് റീ ഇൻഷുറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന റിസ്കിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിൽ ഇത്തരമൊരു കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ഓഫ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനി റിസ്ക് ഏറ്റെടുത്തു. അപ്പോൾ ഈ ഏറ്റെടുത്തിരിക്കുന്ന റിസ്ക് അവരുടെ പരിധിക്ക് പുറത്താണ് എന്ന് അവർക്ക് തോന്നുകയാണ് എങ്കിൽ ഇങ്ങനെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് കമ്പനിയുടെ വർക്കിങ്ങിനെ തന്നെ ബാധിക്കും. അപ്പോൾ അവർ ഏറ്റെടുത്തിരിക്കുന്ന റിസ്കിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, റീ ഇൻഷുറൻസ് മേ ബി ഡിഫൈൻഡ് ആസ് എ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് one insurer agrees for a premium to indemnify another insurance against all or part of the loss that insurer may sustain under its policy or policy of insurance. നോക്കിയേ, ഇൻഷുററിൻ്റെ പോളിസികൾക്ക് മേൽ വന്നിരിക്കുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന ക്ലെയിംസ് അല്ലെങ്കിൽ നഷ്ടങ്ങൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഈ റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് റീ ഇൻഷുറൻസ് ദർ ഈസ് സീഡിംഗ് കമ്പനി ആൻഡ് അക്സെപ്റ്റിംഗ് കമ്പനി. റീ ഇൻഷുറൻസിൻ്റെ കേസിൽ സീഡിംഗ് കമ്പനിയും ഉണ്ട്, അക്സെപ്റ്റിംഗ് കമ്പനിയും ഉണ്ട്. ഇനി എന്താണ് ഈ സീഡിംഗ് കമ്പനി, എന്താണ് ഈ അക്സെപ്റ്റിംഗ് കമ്പനി നോക്കാം. നോക്കിയേ, ദ പ്രൈമറി ഇൻഷുറർ ഓർ ഒറിജിനൽ ഇൻഷുറർ ഈസ് കോൾഡ് ദ സീഡിംഗ് കമ്പനി. അതായത് ആദ്യമായി ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന കമ്പനി, അതാണ് പ്രൈമറി ഇൻഷുറർ എന്ന് പറയുന്നത്. അവരാണ് സീഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ദ കമ്പനി ടു ഹൂം എ പോർഷൻ ഓഫ് റിസ്ക് ഈസ് പാസ്ഡ് ഈസ് കോൾഡ് ദ അക്സെപ്റ്റിംഗ് കമ്പനി. ആരിലേക്കാണോ ഈ റിസ്ക് പാസ് ചെയ്യുന്നത് അവരെയാണ് അക്സെപ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്നത്. ദ അക്സെപ്റ്റിംഗ് കമ്പനി റിസീവ്സ് എ പ്രീമിയം ഫോർ ടേക്കിംഗ് ദ റിസ്ക്. ഇത്തരത്തിലെ റിസ്ക് ഏറ്റെടുക്കുന്നതിന് അവർക്ക് പ്രീമിയം ലഭിക്കും എന്നുള്ളതാണ്. ആർക്ക്? അക്സെപ്റ്റിംഗ് കമ്പനിക്ക്. ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സീഡിംഗ് കമ്പനി ആൻഡ് അക്സെപ്റ്റിംഗ് കമ്പനി ഇസ് കോൾഡ് ദ റീ ഇൻഷുറൻസ് ട്രീറ്റി. ഇത്തരത്തിലെ സീഡിംഗ് കമ്പനിയും അക്സെപ്റ്റിംഗ് കമ്പനിക്കും ഇടയിലുള്ള എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീ ഇൻഷുറൻസ് ട്രീറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓർ ഫങ്ഷൻസ് ഓഫ് റീ ഇൻഷുറൻസ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് റിസ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ള ഇവൻറ്റ് ഒക്കർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ രൂപത്തിലെ ഫിനാൻഷ്യൽ ബേർഡൻ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മറ്റൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സീഡിംഗ് കമ്പനി ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫേസിങ് കോമ്പറ്റീഷനാണ്. റീ ഇൻഷുറൻസ് കമ്പനീസിനെ ലാർജ് ലിമിറ്റ് ഓഫ് പ്രൊട്ടക്ഷൻസ് പോളിസി ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു റീ ഇൻഷുറൻസ് വഴി ലാർജ് കവറേജ്
പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു റീഇൻഷുറൻസ് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് അല്ലേ. അപ്പം സ്മോൾ ആൻഡ് മീഡിയം സൈസ് ഇൻഷുറൻസ് കമ്പനീസിനെ സംബന്ധിച്ച് ഈ ഒരു റീഇൻഷുറൻസ് എന്ന് പറയുന്നത് അവർക്ക് എന്താണ് മറ്റ് ജൈൻ്റ് ആയിട്ടുള്ള, അതായത് ആ ഒരു ഇൻഡസ്ട്രിയിൽ ജൈൻ്റ് ആയിട്ടുള്ള കമ്പനീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനൊക്കെ അവരെ അലൗ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 3 സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് ആണ്. നോക്കിയേ, ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റിൻ്റെ കേസിൽ നമുക്കതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഫ്യൂച്ചറിൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയാൽ അതുകൊണ്ട് തന്നെ ചില വർഷങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏണിങ്സിലെ ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കുന്നതിനും കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് റിസൾട്ട്സിലെ സ്റ്റെബിലിറ്റി കൊണ്ടുവരികയും ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. റീഇൻഷുറൻസ് ഇസ് എ മെക്കാനിസം ടു റിഡ്യൂസ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഏണിങ്സ് ആൻഡ് ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഇൻ കമ്പനീസ് ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ്. നെക്സ്റ്റ് ആണ് കാറ്റസ്ട്രോഫ് പ്രൊട്ടക്ഷൻ. അതായത് ഒരു ദുരന്തം സംഭവിക്കുകയാണ്, അതായത് നാച്ചുറൽ കലാമിറ്റി ഒക്കെ സംഭവിക്കുന്ന കേസിൽ അപ്പോൾ കുറേ പേർക്ക് ഒരേപോലെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പല കമ്പനിക്കും, പല ഇൻഷുറൻസ് കമ്പനീസിനും അത് താങ്ങാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഒരു കാറ്റസ്ട്രോഫ് സംഭവിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഏറ്റെടുക്കുന്നതിന് വേണ്ടി റീഇൻഷുറൻസിൽ ഏർപ്പെടാവുന്നതാണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റീഇൻഷുറൻസ് ആണ്. പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ് ഉള്ളത്, ഫാക്കൽറ്റേറ്റീവ് റീഇൻഷുറൻസും റീഇൻഷുറൻസ് ബൈ ട്രീറ്റിയും. അതിൽ ആദ്യത്തേതാണ് ഫാക്കൽറ്റേറ്റീവ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സിംഗിൾ റിസ്ക് അവരുടെ പരിധിക്ക് പുറമേ ആണെന്ന് തോന്നുകയാണ് എങ്കിൽ അതിനുവേണ്ടി മാത്രം കൊടുക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഒരു റീഇൻഷുറൻസ് ആണ് ഇതെന്ന് പറയുന്നത് ഫാക്കൽറ്റേറ്റീവ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരൊറ്റ റിസ്കിന് മാത്രം കവറേജ് കൊടുക്കുന്ന റീഇൻഷുറൻസ് സ്കീമാണ് ഇതെന്ന് പറയുന്നത് ഫാക്കൽറ്റേറ്റീവ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. 2 റീഇൻഷുറൻസ് ബൈ ട്രീറ്റി ആണ്. അപ്പോൾ ഇത് നമ്മൾ എവിടെ പഠിച്ചതാ, നമ്മൾ ആ റീഇൻഷുറൻസ് എന്താണെന്ന് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പോയതാണ് അല്ലേ. അപ്പോൾ നോക്കിയേ, ഇതൊരു കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റ് പ്രകാരം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ റിസ്കുകളും ഏറ്റെടുത്ത് കൊള്ളാമെന്ന അക്സെപ്റ്റിംഗ് കമ്പനി സീഡിംഗ് കമ്പനിക്ക് ഉറപ്പ് കൊടുക്കുന്നു. അപ്പോൾ അതാണ് റീഇൻഷുറൻസ് ബൈ ട്രീറ്റി എന്ന് പറയുന്നത്. ഈ റീഇൻഷുറൻസ് ബൈ ട്രീറ്റിയെ നമ്മൾ എഗെയിൻ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് കോട്ടാ ഷെയർ ട്രീറ്റി റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പ്രൊപ്പോർഷണൽ റീഇൻഷുറൻസ് എന്നും പറയുന്നു. അപ്പോൾ ആ ഒരു പേര് പോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രീമിയം എമൗണ്ട്, ലോസുകൾ ഇതെല്ലാം ഒരു നിശ്ചിത അനുപാതത്തിൽ, ഒരു പ്രൊപ്പോർഷനിൽ ഷെയർ ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റ് പ്രകാരം ഏറ്റെടുക്കുന്ന ഒരു റീഇൻഷുറൻസ് ആണ് ഇതെന്ന് പറയുന്നത് കോട്ടാ ഷെയർ ട്രീറ്റി റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർപ്ലസ് ഷെയർ ട്രീറ്റി റീഇൻഷുറൻസ് ആണ്. അതായത് ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ ബാധ്യത ഉണ്ടാകുകയാണ് എങ്കിൽ ആ ബാധ്യത ഏറ്റെടുത്ത് കൊള്ളാം എന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെ ഏറ്റെടുത്ത് കൊള്ളാം എന്ന് എഗ്രി ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ട്രീറ്റിയാണ് എന്തെന്ന് പറയുന്നത് സർപ്ലസ് ഷെയർ ട്രീറ്റി റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. 3 എക്സസ് ഓഫ് ലോസ് ട്രീറ്റി റീഇൻഷുറൻസ് ആണ്. ഇവിടെ ഒറിജിനൽ ഇൻഷുറർ അവർക്ക് എത്ര ലോസ് വരെ ബിയർ ചെയ്യാൻ പറ്റും എന്ന് ആദ്യം തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അപ്പോൾ ആ ഡിറ്റർമൈൻ ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ ലോസ് വരികയാണെങ്കിൽ മാത്രമാണ് അവരുടെ റീഇൻഷുററിൻ്റെ ആവശ്യം വരിക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റീഇൻഷുറൻസ് ആണ് ഇതെന്ന് പറയുന്നത് എക്സസ് ഓഫ് ലോസ് ട്രീറ്റി റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. ഈ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇൻഷുറൻസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയാൽ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിൽപ്പെട്ട ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ് എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് വേണ്ടി എടുക്കുന്നത്, അല്ലെങ്കിൽ ക്ലബിലെയോ അസോസിയേഷനിലെയോ ഒക്കെ മെമ്പേഴ്സിന് വേണ്ടി കവർ ചെയ്യുന്ന ഒരൊറ്റ ഇൻഷുറൻസ് കോൺട്രാക്റ്റിനില്ല ഇത്രയും മെമ്പേഴ്സിനെയൊക്കെ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് കവേഴ്സ് മെനി പേഴ്സൺ അണ്ടർ വൺ കോൺട്രാക്ട്. ഇപ്പം നമ്മൾ പഠിച്ച സെയിം കാര്യം തന്നെയല്ലേ, ഒരു കോൺട്രാക്റ്റിന് ഇല്ല നമുക്ക് ഒരുപാട് ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 2 നോക്കിക്കേ, എ മാസ്റ്റർ ഇൻഷുറൻസ് കോൺട്രാക്ട് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ഗ്രൂപ്പ് പോളിസി ഓണർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അതായത് നോക്കി ഇൻഷുററും, അതായത് ഇൻഷുറൻസ് കമ്പനിയും ഗ്രൂപ്പ് പോളിസി ഓണറും, അതായത് ഈ പലപ്പോഴും ഈ ഗ്രൂപ്പ് പോളിസി ഓണർ എന്ന് പറയുന്നത് എംപ്ലോയർ ആയിരിക്കും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയും എംപ്ലോയറും തമ്മിൽ ഒരു മാസ്റ്റർ ഇൻഷുറൻസ് കോൺട്രാക്ട് ഉണ്ടാക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ആയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വലി നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നതുമായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ,
ഇൻഡിവിജ്വൽ എവിഡൻസ് ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് ഓരോ വ്യക്തിക്കും ഇൻഷുറൻസ് ചെയ്യാനുള്ള അർഹതയുണ്ട് എന്ന് തെളിയിക്കുന്ന എവിഡൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം എവിടെയില്ല, ഗ്രൂപ്പ് ഇൻഷുറൻസിൽ ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഇൻഡിവിജ്വൽസ് കവേർഡ് അണ്ടർ ദ കോൺട്രാക്ട് റിസീവ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻഷുറൻസ് ആസ് എവിഡൻസ് ഓഫ് ദെയർ കവറേജ്. അതായത് ഈ ഒരു കോൺട്രാക്ടിന് കീഴിൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അവരുടെ കവറേജിന് ഒരു എവിഡൻസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻഷുറൻസ് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. നോക്കി നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എംപ്ലോയീസിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ച സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ ലോ കോസ്റ്റ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ്? നമ്മൾ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനേക്കാൾ കമ്പാരിറ്റീവ്ലി ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിക്ക് ലോ കോസ്റ്റേ ആകുന്നുള്ളൂ എന്നുള്ളതാണ്. രണ്ട് നോക്കിക്കേ, ഈ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് പോപ്പുലർ എംപ്ലോയി ബെനിഫിറ്റ് പ്ലാൻ ആണ് എന്നുള്ളതാണ്. അത് ആ ഫസ്റ്റ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വായിച്ചാൽ മതി. അതായത് ഹൈ കോസ്റ്റ് കാരണം ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധിക്കാത്ത ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ, ടാക്സ് ഡിഡക്ഷൻസ് ലഭിക്കും എന്നുള്ളതാണ്. ടാക്സ് ഡിഡക്ഷൻസ് ലഭ്യമാകും എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി ടാക്സ് ഡിഡക്ഷൻസ് ഒക്കെ ആർക്ക് ലഭ്യമാകും എന്നുള്ളതാണ്, ഈ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്ലാനിനകത്ത് കവർ ചെയ്യപ്പെട്ടിട്ടുള്ള എംപ്ലോയീസിന് ലഭ്യമാകും എന്നുള്ളതാണ്. ഇത്രയുമാണ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇനി എംപ്ലോയർക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്? അതായത് ഈ പല എംപ്ലോയേഴ്സും അവരുടെ എംപ്ലോയീസിന് ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന നിലയ്ക്കാണ് ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി എംപ്ലോയേഴ്സിനെ കുറേ കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു ലോങ്ങർ പീരീഡിലേക്ക് റീറ്റെയിൻ ചെയ്യാൻ എംപ്ലോയീസിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഈ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം പബ്ലിക് ഇമേജ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷൻ്റെ പബ്ലിക് ഇമേജ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.